നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ജിജയുടെ സ്ട്രീം സ്റ്റാർട്ട് ചെയ്തോ? സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓഡിയൻസ് അല്പം Okay. കുറവാണ്. മേ ബി ടോപ്പിക്കിൻ്റെ ആണോ, ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ കൂടുതൽ ആളുകൾ വരുമായിരിക്കാം. നോക്കാം. ഓക്കെ, ഡെവോപ്സ് മലയാളത്തിൻ്റെ 28ാമത്തെ റൂമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരു വലിയ സന്തോഷം അറിയിക്കാനുള്ളത്, നമ്മുടെ വെബ്സൈറ്റ് DevOpsMalayalam.io ആ ഒരു വെബ്സൈറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിരുന്നു. നമ്മൾ കുറച്ച് പേരൊക്കെ ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. നമുക്ക് കിട്ടാവുന്നൊരു ബെസ്റ്റ് പേഴ്സൺ കോഡ് ക്ലൗഡിൻ്റെ ട്രെയിനറും ഫൗണ്ടറുമായിട്ടുള്ള മുംഷാദ് മനമ്പത്തായിരുന്നു അത് ഇനാഗുറേറ്റ് ചെയ്തത്. നല്ല രീതിയിലൊരു ഗൂഗിൾ മീറ്റ് ഫംഗ്ഷൻ നടത്തി. അപ്പോൾ ആ സൈറ്റ് എല്ലാവരും പ്രയോജനപ്പെടുത്തുക. നമ്മളവിടെ കൂടുതൽ കണ്ടൻസൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ അപ്കമിങ് ഇവൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ കഴിഞ്ഞുപോയ ഇവൻറ്റ്സിൻ്റെ വീഡിയോ റെക്കോർഡിങ് കീ ടേക്ക് അവേ ഒക്കെയാണ് അവിടെ ഉള്ളത്. എന്നാൽ വരുന്ന ദിവസങ്ങളിൽ ബ്ലോഗ് പോസ്റ്റുകളൊക്കെ ആഡ് ചെയ്യാനും ഡോക്യുമെൻ്റ് ലൈബ്രറി അതുപോലെ ഒരു ജോബ് സീക്കേഴ്സിനും ജോബ് പ്രൊവൈഡേഴ്സിനും ഉള്ളൊരു പ്ലാറ്റ്ഫോം എല്ലാം ആലോചിക്കുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് ഞാൻ പറഞ്ഞു 28ാമത്തെ റൂമാണ്, ബുധനാഴ്ചയാണെന്ന്. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള റൂമാണ്. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ടോപ്പിക് സെർവർ വിർച്വലൈസേഷൻ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. സംസാരിക്കുന്നത് നമ്മുടെ ആക്റ്റീവ് മെമ്പേഴ്സ്, നമ്മുടെ സ്പീക്കേഴ്സ് കൂടി ആയിട്ടുള്ള സിനോബ്, അതുപോലെ സിബിൻ, അതുപോലെ രാജേഷ് ഗോപിനാഥൻ. ഈ 3 പേരായിരിക്കും ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത്. സിബിൻ തുടങ്ങാം. ഓക്കെ, താങ്ക് യു ജിജോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഡെവോപ്സ് മലയാളത്തിന്റെ മറ്റൊരു സെഷനിലേക്ക്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിഡോമിനന്റ്ലി വിർച്വലൈസേഷൻ, പിന്നെ ടൈപ്സ് ഓഫ് വിർച്വലൈസേഷൻസ്, പിന്നെ എന്തിനാണ് വിർച്വലൈസേഷൻ വന്നത്, പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് സെർവർ വിർച്വലൈസേഷൻ. അതാണ് നമ്മൾ അതായത് കമ്പ്യൂട്ടിംഗ് റിസോഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന സെർവർ വിർച്വലൈസേഷൻ. ഇങ്ങനെ ഒരു ഡിഫറെന്റ് ഒരു ടോപ്പിക്സ് ആണ്, അതായത് ഒരു ഡിഫറെന്റ് ക്രൈറ്റീരിയൻസ് ഓഫ് ടോപ്പിക്കാണ് നമ്മൾ ഇത് സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് ഉള്ള കാര്യങ്ങളെ കുറിച്ച് പോകുന്നതിന് പകരം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ടെർമിനോളജീസ് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ യൂസ് ടെക്നോളജീസ്, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വാട്ട് ഈസ് വിർച്വലൈസേഷൻ, എന്താണ് വിർച്വലൈസേഷൻ എന്നുള്ളത് ഒരു ഡെഫിനിഷൻ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹാർഡ്വെയർ, ഫിസിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയറിനെ, അതായത് ട്രഡീഷണലി അവൈലബിൾ ആയിട്ടുള്ള ഹാർഡ്വെയറിനെ ഏതെങ്കിലും ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത്, അത് ആ ഹാർഡ്വെയറിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറെന്റ് പർപ്പസിനോ അല്ലെങ്കിൽ സിമിലർ പർപ്പസിനോ വേണ്ടി മൾട്ടിപ്പിൾ യൂസേഴ്സിനോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സിനോ വേണ്ടി അവൈലബിൾ ആക്കാൻ ഉള്ള അല്ലെങ്കിൽ അവൈലബിൾ ആക്കുന്ന പ്രോസസ്സാണ് ശരിക്കും വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമുക്ക് ഇപ്പോൾ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള റിസോഴ്സിന്റെ ഫുൾ കപ്പാസിറ്റിയെ നമുക്ക് പല യൂസേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നോർമലി ഇതിന്, അതായത് പഴയ ഒരു മെത്തഡോളജി, അതായത് വിർച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടെർമിനോളജി വന്നതും അതിന്റെ കൂടുതലായിട്ടുള്ള റിസർച്ച് അതുപോലെ പുതിയ പുതിയ ടെക്നോളജി ഇൻട്രൊഡക്ഷനെല്ലാം വന്നത് 1960s അതിന് മുമ്പുള്ള ഒരു മെത്തഡ്, അല്ലെങ്കിൽ നമ്മൾ VPS ഒക്കെ നമ്മൾ വിർച്വൽ പ്രൈവറ്റ് സെർവർ അല്ലെങ്കിൽ ഒരു മെഷീൻ, ഒരു ഡാറ്റാ സെന്ററിൽ നമ്മൾ ഒരു സെർവർ എടുക്കുമ്പോൾ നമുക്കറിയാം അവരൊരു ബേസിക് ഒരു കോൺഫിഗറേഷൻ നമുക്ക് തരും, അല്ലെ? ഒരു ഇത്ര അതിൽ താഴെയുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു സെർവറിലെ മുഴുവൻ റിസോഴ്സും ചിലപ്പോൾ നമ്മൾ റൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ വേണമെന്ന് യാതൊരു നിർബന്ധം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു 2 core 4 GB കപ്പാസിറ്റി, ഒരു 250 GB ഉള്ള കോൺഫിഗറേഷൻ ആയിരിക്കും ചിലപ്പോൾ അവർ തരുന്നത്. നമ്മുടെ കയ്യിലുള്ള ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ അതിൽ തുച്ഛമായ ചിലപ്പോൾ 512 MB റാം അല്ലെങ്കിൽ ഒരു 1 core CPU ഒക്കെ മതിയായിരിക്കും. അപ്പൊ ബാക്കിയുള്ള റിസോഴ്സ് അവിടെ വേസ്റ്റേജ് ആണ്, അതായത് അത് യൂസ് ഇല്ലാതെ അങ്ങനെ ആ ഒരു സെർവറിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത് വെക്കും. അപ്പം ഇത് ചില റിസോഴ്സ് കൺസ്ട്രെയിൻ ആയിട്ടുള്ള ചില സിനാരിയോസിൽ ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതായത് നമുക്ക് റൺ ചെയ്യാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, പക്ഷെ സെർവർ പ്രൊവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ റിസോഴ്സ് വേസ്റ്റേജ് ഉണ്ട്, എന്നാൽ ആ വേസ്റ്റഡ് റിസോഴ്സിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പൊ ആ ഒരു സിനാരിയോ വന്ന ടൈമിലാണ് വിർച്വലൈസേഷനെ കുറിച്ച്
ഡിഫറെന്റ് വെൻഡേഴ്സ് ചിന്തിച്ചു തുടങ്ങിയത്. ഇത് മെയിനായിട്ട് IBM ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് പ്രോസസ് എല്ലാം. അപ്പോൾ ഇതില് വിർച്വലൈസേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു 2 ബേസിക് ടൈംസ് നമ്മൾ ചിന്തിക്കണം. ഒന്ന് എമുലേഷൻ, 2 സിമുലേഷൻ. എമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവൈലബിൾ ഹാർഡ്വെയറിനെ അത് ഒരു നെയിംഡ് ഹോസ്റ്റ് എന്ന് വെച്ചു, ഒരു സെർവർ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, അതിനെ ഒരു സോഫ്റ്റ്വെയറിന്റെയോ അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയറിന്റെയോ ഹെൽപ്പോട് കൂടി അതിനെ വേറെ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഒരു ഫങ്ഷണാലിറ്റി അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനാണ് എമുലേഷൻ എന്ന് പറയുന്നത്. ഇനി സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരം മിമിക്കാണ്. അതായത് ഈ ടെസ്റ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം പൊതുവെ, അതായത് അല്ലെങ്കിൽ മൊബൈൽ ഡെവലപ്മെന്റ് ഉള്ളവർക്കൊക്കെ അറിയാം. അവർ കൂടുതലായിട്ട് സിമുലേറ്റർ യൂസ് ചെയ്യും. അതായത് അവർ ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഒരു ബൈ ഹാൻഡ് ഇപ്പോൾ അവരുടെ ഒരു ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോൺ ഡിവൈസ് ഇല്ലെങ്കിൽ അവർ അതിന്റെ സിമുലേറ്ററിലേക്ക് ആയിരിക്കും ആദ്യം ആ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്തിട്ട് അവിടെ ടെസ്റ്റ് ചെയ്യും. അപ്പൊ ഇതാണ് എമുലേഷൻ, സിമുലേഷൻ. ഈ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ വിർച്വലൈസേഷന്റെ ഒരു ബേസ് അല്ലെങ്കിൽ വിർച്വലൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടേം ആണ് എമുലേഷൻ. അതായത് അവൈലബിൾ ആയിട്ടുള്ള ഹാർഡ്വെയറിനെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഏതെങ്കിലും ടെക്നോളജി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യുകയാണ് ശരിക്കും എമുലേഷൻ ചെയ്യുന്നത്. അതേ മെത്തഡോളജി തന്നെയാണ് വിർച്വലൈസേഷനും ഫോളോ ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ടൈപ്സ് ഓഫ് വിർച്വലൈസേഷൻ. അത് ഇത് ശരിക്കും ഇപ്പൊ ഞാൻ പറയുന്ന ഡെഫിനിഷൻ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചിലപ്പോ ഒരേ വേർഡ് തന്നെ പല രീതിയിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ടെക്നോളജിയുടെ താഴെ പറയുന്നത് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ഉള്ള ഡെഫിനേഷൻ ഒക്കെ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. എങ്കിലും ഒരു ഓവറോൾ ഇൻഡസ്ട്രിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അതിന് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ പോകുന്നത് സ്റ്റോറേജ് വിർച്വലൈസേഷൻ. സ്റ്റോറേജ് വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ക് എൻഡിൽ എന്തും ആയിക്കോട്ടെ, ഒരു സെറ്റ് ഓഫ് ഹാർഡ്വെയർ ഡിവൈസസ് ഒരു യൂസറിന് അവന്റെ ആവശ്യത്തിനുള്ള ഏത് ടൈപ്പ് സ്റ്റോറേജ് ആണോ വേണ്ടത് അതൊരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി പ്രൊവിഷൻ ചെയ്തെടുക്കുകയാണ് ശരിക്കും സ്റ്റോറേജ് വിർച്വലൈസേഷൻ ചെയ്യുന്നത്. അതിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യുന്ന സാൻ എന്ന് പറയും. സാൻ ഡിവൈസസ് നമുക്ക് അതിന് കൺസിഡർ ചെയ്യാം. സാൻ ഡിവൈസസിൽ ഒരു സ്പെസിഫിക് ഒരു സോഫ്റ്റ്വെയർ ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് അതിന്റെ ബാക്ക് എൻഡിലുള്ള ഹാർഡ് ഡ്രൈവ്സിനെ, അത് ഏത് ഹാർഡ് ഡ്രൈവ് ആയിക്കോട്ടെ, അതിന്റെ വെണ്ടറോ അല്ലെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി, അതൊന്നും ഒരു ഫ്രണ്ട് എൻഡിലുള്ള യൂസറിന് അതൊരു വിഷയമായിരിക്കില്ല, അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന കാര്യമായിരിക്കില്ല. പക്ഷെ ഇപ്പൊ ആ ഒരു ഫ്രണ്ട് എൻഡ് യൂസറിന് ഇപ്പോൾ ഒരു ഐസ്കസി ലെണ്ണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ്കസി ലെൺ നമുക്ക് പ്രൊവിഷൻ ചെയ്തെടുക്കാം സാനിൽ. ഇല്ല ഇനി NFS ആണ് വേണ്ടെങ്കിൽ NFS നമുക്ക് പ്രൊവിഷൻ ചെയ്യാം. ഇനി CIFS ആണ് വേണ്ടെങ്കിൽ CIFS സ്റ്റോറേജ് ആയിട്ട് ഒരു മൗണ്ട് പോയിന്റ് ആയിട്ട് നമുക്ക് പ്രൊവിഷൻ ചെയ്യാൻ പറ്റും. അതാണ് സ്റ്റോറേജ് വിർച്വലൈസേഷൻ. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് നെറ്റ്വർക്ക് ഫങ്ഷൻസ് വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടുണ്ട് ഇതിൽ. നെറ്റ്വർക്ക് ഫങ്ഷൻ വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിഡോമിനന്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഹാർഡ്വെയർ റിസോഴ്സിന്റെ ഫങ്ഷനാലിറ്റി, അതായത് ഫയർവാൾ, നെറ്റ്വർക്ക് ഹാർഡ്വെയർ റിസോഴ്സിന്റെ ഫങ്ഷനാലിറ്റി, ഫയർവാൾ അല്ലെങ്കിൽ റൗട്ടർ, സ്വിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം ഫങ്ഷനാലിറ്റി ഒരു വിർച്വൽ മെഷീൻ അല്ലെങ്കിൽ ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന ടെർമിനോളജിയാണ് നെറ്റ്വർക്ക് ഫങ്ഷൻ വിർച്വലൈസേഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡെസ്ക്ടോപ്പ് വിർച്വലൈസേഷൻ അല്ലെങ്കിൽ വിർച്വൽ ഡെസ്ക്ടോപ്പ് ഇൻഫ്രാസ്ട്രക്ചർ, VDI എന്നൊക്കെ പറയാം. അതിന്റെ ഷോർട്ട് ഫോം ആണ് VDI എന്ന് പറയുന്നത്. അതിൽ ശരിക്കും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെല്ലാവരും ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പോ ഈ ഒരു ഓൺ പ്രിമിസിൽ അവൈലബിൾ ആയിരിക്കുന്ന സെർവറിനെ മൾട്ടിപ്പിൾ വിർച്വൽ ഡെസ്ക്ടോപ്പ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പം ഒരു ഓഫീസ് ഇപ്പൊ ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരു 50 യൂസർ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 50 യൂസേഴ്സിനും കൊടുക്കേണ്ടുന്ന ഡെസ്ക്ടോപ്പിനെ അവർ സെർവറിൽ പ്രൊവിഷൻ ചെയ്തിട്ട് ആ യൂസേഴ്സ് അതിനെ ഏതെങ്കിലും ക്ലയന്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ തിൻ ക്ലയന്റ് വെച്ചിട്ടോ ആയിരിക്കും ഡെസ്ക്ടോപ്പിനെ ആക്സസ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൊവിഷൻ ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് വിർച്വലൈസേഷൻ ആണ് വിർച്വൽ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് വിർച്വലൈസേഷൻ. അതിൽ ജെൻഡെസ്ക് എന്നൊക്കെ, സിറ്റിക്സ് ജെന്നിന്റെ ജെൻഡെസ്ക് എന്നൊക്കെ പറയുന്ന അതിനൊരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ജസ്റ്റ് VDI എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള റിസോഴ്സ് ഗൂഗിളിൽ നിന്ന് കിട്ടും. പക്ഷെ ഇതാണ് ശരിക്കും അതിന്റെ ബാക്കിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഫംഗ്ഷനാലിറ്റി, ആ ടെർമിനോളജി ശരിക്കും മെൻഷൻ ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത് ഇതാണ്. ഒരു ഡെസ്ക്ടോപ്പിന്റെ ഒരു ഡെവലപ്പറിന്, അല്ലെങ്കിൽ അതൊരു ഡെവലപ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു നോർമൽ യൂസർ ആയിക്കോട്ടെ, ടെസ്റ്റർ ആയിക്കോട്ടെ, അയാൾക്ക് ആവശ്യമുള്ള
എന്ത് OS ആണോ ഡെസ്ക്ടോപ്പ് OSനെ ലോഡ് ചെയ്ത് അവർക്കൊരു ക്ലയന്റ് സോഫ്റ്റ്വെയർ വഴി ആക്സസ് ചെയ്യാൻ പാകത്തിന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതൊരു സെർവറിലായിരിക്കും അത് റൺ ചെയ്യുന്നത്. പിന്നെ അത് സിബിൻ നെറ്റ്വർക്കിൽ സെർവർ എന്തോ ഒരു പ്രശ്നമുണ്ട്. വിർച്വലൈസേഷൻ അത് നമ്മുടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന സെർവർ വിർച്വലൈസേഷൻ ടോപ്പിക്. ഹലോ, എനിക്ക് കേൾക്കാവോ? കേൾക്കുന്ന വിട്ടുവിട്ടാണ്. എൻ്റെ പ്രശ്നമാണോ? ആരെങ്കിലും ഒന്ന് പറയാമോ? മറ്റാരെങ്കിലും പ്രശ്നമാണോ? ഹലോ, ഹലോ, സിനോബൻ, ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ആണോ? ഓക്കെ. അതെ, ഞാൻ എന്തൊക്കെയായിരുന്നു റൂം ഓക്കെ. റീസെറ്റ് ചെയ്തേക്കാം. നമുക്ക് കൂടുതൽ ലിസണേഴ്സ് വന്നായിരുന്നു. പുതിയതായിട്ട് വന്ന ലിസണേഴ്സിൻ്റെ അറിവിലേക്ക്, ഓക്കെ. ഡെവോപ്സ് മലയാളത്തിൻ്റെ 28ാമത്തെ റൂമിലാണ് നിങ്ങളുള്ളത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സെർവർ വെർച്വലൈസേഷൻ. അത് വെർച്വലൈസേഷൻ ജനറലായിട്ട് മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. സെർവർ വെർച്വലൈസേഷനിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പുതിയതായിട്ട് വന്നവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലേക്ക് കയറുന്നതേ ഉള്ളൂ. വെർച്വലൈസേഷൻ്റെ ഒരു ഹിസ്റ്ററിയും അതിൽ പല തരത്തിലുള്ള വെർച്വലൈസേഷൻ, സ്റ്റോറേജ്, അതുപോലെ നെറ്റ്വർക്ക്, ആ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പ്രധാന ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇടപെട്ടത്. സിബിൻ, കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ആദ്യത്തെ ഫേസ് കഴിയുമ്പോൾ ഹാൻഡ് റൈസിങ് ഓൺ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഹാൻഡ് റൈസിങ് ടേൺഡ് ഓഫ് ആണ്. ഒരു 45 മിനിറ്റ്, 1 മണിക്കൂർ കഴിയുന്ന സമയത്ത് ഹാൻഡ് റൈസിങ് ടേൺ ഓൺ ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് മുകളിലേക്ക് കയറി വരാവുന്നതാണ്. ഓക്കെ, സിബിൻ തുടരാം. ഹലോ, ഇത് മൊത്തത്തിൽ എന്തോ പ്രശ്നമുണ്ട്, ഗ്ലിച്ചസ് ഉണ്ടെന്ന് തോന്നുന്നു. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? എനിക്കും ഇത് വിട്ടുവിട്ടാ കേൾക്കുന്നത്. ഓക്കെ, കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ജിജോ പറഞ്ഞത് പകുതി എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ആഗിങ് ഉണ്ട്. ഓക്കെ, സിബിൻ കണ്ടിന്യൂ ചെയ്തോ. ഞാനിവിടെ ഏതെങ്കിലും ഒരു ഓഡിയോ. ഓക്കെ, നമ്മൾ പറഞ്ഞു നിർത്തിയിട്ട് സെർവർ വിർച്വലൈസേഷനെ കുറിച്ച് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പോലെ പറഞ്ഞു നിർത്തിയുള്ളൂ. അപ്പം പുതിയതായിട്ടുള്ള ജോയിനേഴ്സിന് ഏകദേശം ഒരു ഓർവ്യൂ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു ജോ പറഞ്ഞതിൽ നിന്ന്. ഓക്കെ, അപ്പം സെർവർ വിർച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഇപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു ഒരു സെന്റൻസ് പോലെ തന്നെ ഒരു സെർവർ ഹാർഡ്വെയർ, ഒരു ഫിസിക്കൽ സെർവറിനെ ഒരു സോഫ്റ്റ്വെയറിനെ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു OSന് സപ്പോർട്ടോടുകൂടി അതിലെ റിസോഴ്സിനെ മൾട്ടിപ്പിൾ യൂസേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ഗ്രൂപ്പിന് വേണ്ടി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് സെർവർ വിർച്വലൈസേഷൻ ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ളത് ടൈപ്പ് ഓഫ് വിർച്വലൈസേഷൻ പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞൊരു പാർട്ട് കൂടിയുണ്ട്, ഒരു ക്രൈറ്റീരിയൻ കൂടിയുണ്ട്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിർച്വലൈസേഷനിൽ വരുന്നതാണ് കണ്ടെയ്നേഴ്സ്, അതായത് ഡോക്കർ എന്ന് പറയുന്നത്. ഡോക്കർ അല്ലെങ്കിൽ പോർട്ട്മാൻ, ഹലോ, സിബിൻ്റെ കണക്ഷൻ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഹലോ, സോറി, എന്തോ ഇഷ്യൂ ആയിട്ടുണ്ട്. ഓക്കെ, എന്തോ റീസെറ്റ് ആവുന്നുണ്ട് ഇടയ്ക്ക്. തുടരാം. ഇപ്പൊ ക്ലിയർ ആണോ പറയുന്നത്? അതെ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിർച്വലൈസേഷൻ എന്ന് പറയുന്നത് അതിൽ ആ കാറ്റഗറിയിൽ ശരിക്കും മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് കണ്ടെയ്നേഴ്സ് ആണ്. കണ്ടെയ്നേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വന്നത് LXC, അതുപോലെ തന്നെ പിന്നെ OpenVC, ഇങ്ങനെ 2-3 ടെക്നോളജികളാണ് വന്നത്. അതിനുശേഷം വന്നതാണ് ഡോക്കർ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് പോർട്ട്മാൻ. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിർച്വലൈസേഷനിൽ എന്ന് ഉള്ള ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ സ്പെഷ്യൽ, അതിന്റെ മേളിൽ റിസോഴ്സ് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അതാണ് ശരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിർച്വലൈസേഷനിൽ ചെയ്യുന്നത്. ഈ OpenVC, അതുപോലെ ഡോക്കർ, ഇങ്ങനെയുള്ള OpenVC പോലുള്ള VPS, OpenVC ഒക്കെ ശരിക്കും VPS പ്രൊവിഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടെക്നോളജിയാണ്. അതിനുശേഷം വന്നത് പ്രോപ്പർ കണ്ടെയ്നേഴ്സ്, അതായത് ഡോക്കർ റൺ ടൈം യൂസ് ചെയ്തിട്ടുള്ള കണ്ടെയ്നേഴ്സ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്കറിലാണ് ലിനക്സ് കേർണലിന്റെ ഒരു C ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു ബെറ്റർ ഫീച്ചർ. അതായത് C ഗ്രൂപ്പ്സിന്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സിന്റെ ഐസൊലേഷൻ, അത് മെമ്മറി ആയിക്കോട്ടെ, CPU ആയിക്കോട്ടെ, സോറി, ഇപ്പോൾ ഒരു പ്രോസസ്സിന് വേണ്ട റിസോഴ്സിനെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ള
സി ഗ്രൂപ്പ്സിന്റെ ഫംഗ്ഷൻ ആ ഒരു ഫംഗ്ഷനാലിറ്റി യൂസ് ചെയ്തുകൊണ്ട് വിർച്വലൈസേഷൻ ചെയ്യുന്ന ആണ് ഡോക്കർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്ന ഒരു കാറ്റഗറിയാണ് ഈ കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിലുള്ള ഒരു അല്ലെങ്കിൽ ഒരു റൂട്ട് ആക്സ് എന്തെങ്കിലും കാരണവശാൽ ഒരു VPSൽ റൺ ചെയ്യുന്ന യൂസർ അതിന്റെ സെർവറിന്റെ റൂട്ട് ആക്സ് മാനിപ്പുലേറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൽ റൺ ചെയ്യുന്ന ബാക്കിയുള്ള VPSനെ അതിന്റെ ഓപ്പൺ VC ഡിപ്ലോയ്മെന്റിന്റെ പാത്ത് ഉണ്ട്. ആ പാത്തിൽ പോയി ID വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവന് കിട്ടും. IP വെച്ചിട്ട് ഒരു VPS കൊണ്ട് മറ്റൊരു VPSനെ മാനിപ്പുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറയാ സെക്യൂരിറ്റിനെ ബാഡായിട്ട് ഒരു ബാഡായിട്ട് അഫക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു ഇപ്പൊ എന്താ പറയാ ഒരു ഹാക്കിംഗ് സ്ക്രിപ്റ്റ് റൺ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഹാക്കിംഗ് സ്ക്രിപ്റ്റ് എന്നല്ല, ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു ഹാക്കിംഗ് വേണ്ടി തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഓപ്പൺ VC പോലുള്ള ടെക്നോളജിയുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞത് സെർവർ വിർച്വലൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു, ഇനി എന്തിനാണ് ഈ വിർച്വലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടെർമിനോളജി അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി എന്തിനാണ് ഇൻഡസ്ട്രിയിൽ വന്നത്? ഇപ്പോ നമ്മളൊരു ഫിസിക്കൽ ഡാറ്റാ സെന്ററിൽ ഒരുപാട് സെർവേഴ്സ് ഉണ്ടാവും, ഹാർഡ്വെയർ റിസോഴ്സ് ഒരുപാട് ഉണ്ടാവും. ഇപ്പോ ഞാൻ പറഞ്ഞു ഈ വിർച്വലൈസേഷൻ എന്ന് പറയുന്ന ടെക്നോളജി ഇൻഡസ്ട്രിയിൽ ബൂം ആവുന്നതിന് മുമ്പ് നോർമലി ഒരു ഫിസിക്കൽ സെർവർ പ്രൊവിഷൻ ചെയ്ത് ഒരു ഡിഫൈൻഡ് കപ്പാസിറ്റി ഒരു സെർവർ പ്രൊവിഷൻ ചെയ്ത് ഒരു യൂസറിന് കൊടുക്കുന്നു, ഹാർഡ്വെയർ റിസോഴ്സ് ആയിരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർഡ്വെയർ വെക്കാൻ ഒരു ലൊക്കേഷൻ വേണം അല്ലെ. അത് ഒരു ഡാറ്റാ സെന്ററിൽ ചിലപ്പോൾ ഒരു റാക്കിൽ ഒരു റോ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇത്ര സെർവറിന്റെ സൈസ് പറയുന്നത് 1U 2U അങ്ങനെയാണ് അതിന്റെ പുറമേ നിന്നുള്ള സൈസ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില സെർവർ 1U ആയിരിക്കും, ചിലത് ബ്ലേഡ് ഉണ്ട്, അതല്ലെങ്കിൽ പഴയ കാല സെർവർ എന്ന് പറയുമ്പോൾ ഒരു 4U 5U ഒക്കെയുള്ള സെർവർ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സെർവേഴ്സ് നമുക്ക് സ്റ്റാക്ക് ചെയ്യാനായിട്ട് അതിന് കപ്പാസിറ്റിയിൽ ഉൾക്കൊള്ളുന്ന റാക്ക് വേണം. പിന്നെ അതിന് വരുന്ന ബാക്കിയുള്ള നെറ്റ്വർക്ക് സെറ്റിംഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം. പിന്നെ ഇന്റർഫേസ് NIC കാർഡ്സ് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഇതിന് പവർ സപ്ലൈ നമ്മളൊരു സെർവർ പ്രൊവൈഡർ SLA നിങ്ങൾ അതിന്റെ സെർവർ പർച്ചേസ് ചെയ്യാനൊക്കെ ഉള്ള വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ കാണാം അവരൊരു SLA മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ഒരു വർഷത്തിൽ ഇപ്പോൾ 99.99% അപ്പ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം സെക്കൻഡ്സ് ഒക്കെ ഡൗൺ ടൈം പാടുള്ളൂ. അപ്പൊ ഈ ഫിസിക്കൽ ഹാർഡ്വെയർ എന്ന് പറയുന്നത് അതില് ഈ ഇത്രയും റിസോഴ്സ് നമ്മളൊരു മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഔട്ടേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ ഫിസിക്കലി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇതിന് കൂളിംഗ് വേണം. ഈ ഇലക്ട്രോണിക്സ് ഡിവൈസ് അല്ലെങ്കിൽ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഇത് ഓവർ ഹീറ്റ് ആകാനും അതുപോലെ ബേൺ ഔട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ കൂളിംഗ് സിസ്റ്റം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ കൂളിംഗ് സിസ്റ്റത്തിനുള്ള പവർ കൺസംഷൻ, പിന്നെ ഇതിനെല്ലാത്തിലും ഉപരി മാനുവൽ ലേബർ, ഹ്യൂമൻ ലേബർ വളരെ കൂടുതലായിട്ട് വേണം. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഹ്യൂമൻ ഇന്റർവെൻഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് പ്രിഡോമിനന്റ്ലി ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് സെർച്ച് അറിയാം, ഹ്യൂമൻ ഇന്റർവെൻഷൻ കുറയ്ക്കാനുള്ള ടെക്നോളജീസ് ആണ് കൂടുതലായിട്ട് ഇൻവെന്റ് ചെയ്ത് കൂടുതലായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവൈലബിൾ റിസോഴ്സിനെ വേസ്റ്റേജ് ഇല്ലാതെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു 2-3 എയിം അല്ലെങ്കിൽ ഈ ഒരു 2-3 ലക്ഷ്യത്തോടു കൂടിയാണ് വിർച്വലൈസേഷൻ എന്ന് പറയുന്ന ടെക്നോളജി നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നത്. ഓക്കെ, ഇനി ജിജോ ഒന്ന് റൂം റീസെറ്റ് ചെയ്തേക്കാവോ? ഓക്കെ നമുക്ക് കൂടുതൽ ലിസണേഴ്സ് വന്നിട്ടുണ്ട്. ഇന്ന് ബുധനാഴ്ച ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള റൂമാണ്. ഡെവോപ്സ് മലയാളത്തിൻ്റെ 28ാമത്തെ റൂമാണിത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സെർവർ വിർച്വലൈസേഷൻ ഫോർ ബിഗിനേഴ്സ്. അപ്പോൾ ഒരു ബിഗിനർ ലെവലുള്ള ഡിസ്കഷനാണ് നടക്കുന്നത്. സിബിൻ വിർച്വലൈസേഷൻ്റെ ഹിസ്റ്ററി, അതിനു മുമ്പുണ്ടായിരുന്ന സെർവർ പ്രൊവിഷൻ രീതി, വിർച്വലൈസേഷൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. സ്റ്റോറേജ് വിർച്വലൈസേഷൻ, അതുപോലെ നെറ്റ്വർക്ക് വിർച്വലൈസേഷൻ, ഹാർഡ്വെയർ വിർച്വലൈസേഷൻ്റെ പല തരത്തിലുള്ള വിർച്വലൈസേഷനെ കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ സെർവർ വിർച്വലൈസേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനകത്ത് തന്നെ എന്താണ് ഈ OS ലെവൽ വിർച്വലൈസേഷൻ എന്നും സംസാരിച്ചു കഴിഞ്ഞു. ചില എക്സാമ്പിൾസ് പറഞ്ഞു. ഇപ്പോൾ ഓപ്പൺ VCയുടെ ഒക്കെ എക്സാമ്പിൾ, അതിൻ്റെ ഡ്രോബാക്ക് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും കുറച്ചധികം ടോപ്പിക്കുകളുണ്ട്. മറ്റ് പലതരത്തിലുള്ള ഹൈപ്പർവൈസർ പോലുള്ള ടോപ്പിക്കുകൾ ഇനിയും വരാനുണ്ട്. ഇന്നത്തെ നമ്മുടെ സെഷനിൽ സിബിനെ കൂടാതെ സിനോബ് അതുപോലെ രാജേഷ് രണ്ടുപേരും കൂടി സംസാരിക്കുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ഡെവോപ്സ് മലയാളത്തിൻ്റെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. devopsmalayalam.io എന്ന അഡ്രസ്സിൽ നിങ്ങൾക്കത് കിട്ടും. നമ്മൾ കൂടുതൽ കണ്ടൻസ്
വരുന്ന ദിവസങ്ങളിൽ അതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ അപ്കമിങ് ഇവൻറ്റ്സും റീസെൻറ്റ് ഇവൻറ്റ്സിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങും കീ ടേക്ക് അവേയൊക്കെയാണ് അതിലുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡെവോപ്സിന് ഒരു ട്രെയിനിങ് സീരീസ്, ഡെവോപ്സിലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് സീരീസും പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെ ആയിരിക്കും. കൂടുതൽ കാര്യങ്ങൾ ഗ്രൂപ്പുകൾ വഴിയും സൈറ്റ് വഴിയും അറിയിക്കാം. ഇപ്പോൾ സിബിൻ തുടരാം. ഹലോ ജിജോ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ആ. സൗണ്ട് വളരെ കുറവാണ്. എൻ്റെ സൗണ്ട് എനിക്ക് മാത്രമാണോ എന്നറിയില്ല. സിജോ ഇടയ്ക്ക് കട്ടായിട്ട് വരുന്നുണ്ട്, അത് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്. എനിക്കും ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോഴും ഇടയ്ക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ജിജോയ്ക്ക് കട്ടാവുന്നുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ജസ്റ്റ് പറഞ്ഞങ്ങ് നിർത്തിയുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. അതുപോലെ ഇപ്പോൾ ഹാൻഡ് റൈസിങ് ടേൺ ഓഫ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ ഫേസ് കഴിയുമ്പോൾ ടേൺ ഓൺ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സിബിൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ജിജോ, താങ്ക് യു. സിനോബ്, രാജേഷ് സാർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഇതുവരെ നമ്മൾ സംസാരിച്ചതിൽ? പറഞ്ഞോളൂ, നമുക്ക് പിന്നീട് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കുന്നത് സെർവർ വിർച്വലൈസേഷനിലേക്കുള്ള അല്ലെങ്കിൽ ഹാർഡ്വെയർ വിർച്വലൈസേഷനിലേക്കുള്ള മൾട്ടിപ്പിൾ കാറ്റഗറീസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് കാറ്റഗറി ഫുൾ വിർച്വലൈസ് ടൈപ്പ് ഉണ്ട്. ഫുൾ വിർച്വലൈസേഷൻ ഫസ്റ്റ് വൺ ഹാർഡ്വെയർ അസിസ്റ്റഡ് ഫുൾ വിർച്വലൈസേഷൻ, രണ്ടാമത്തത് സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് ഫുൾ വിർച്വലൈസേഷൻ. അതിൽ എന്താ ഈ വിർച്വലൈസേഷന്റെ ഒരു റിംഗ് ലെയർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. അപ്പൊ ഒരു OSന് അതിലൊരു ലെയർസ്, ഒരു 4 ലെയർ ആയിട്ട് ഒരു OSനെ അവർ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ റിംഗ് ലെയർ അല്ല, സോറി, റിംഗ് 0, റിംഗ് 1, റിംഗ് 2, റിംഗ് 3, ഇങ്ങനെ 4 ലീസ്റ്റ് പ്രിവിലേജ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതായത് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്നത് പറയുന്ന ഡിവൈസ് ഡ്രൈവേഴ്സ് ആയിരിക്കും. റിംഗ് 0-ലായിരിക്കും കേർണൽസ്. അപ്പോൾ ഒരു വിർച്വലൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിർച്വൽ മെഷീൻസ് അല്ലെങ്കിൽ വിർച്വൽ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു ആപ്ലിക്കേഷൻ പോലെയാണ്. അതിന്റെ അണ്ടർലൈൻ കേർണൽ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന OSനെ സംബന്ധിച്ചിടത്തോളം അതൊരു ആപ്ലിക്കേഷൻ പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വിർച്വൽ മെഷീൻ എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഉള്ള ഫിസിക്കൽ റിസോഴ്സിനെ നമ്മൾ വിർച്വലി കൺവേർട്ട് ചെയ്ത് അതിൽ ഒരു പോർഷൻ ഓഫ് റിസോഴ്സ്, അല്ലെങ്കിൽ ഇപ്പൊ സപ്പോസ് ഒരു 8 കോർ ഒരു 16 GB റാമുള്ള സെർവറിന്റെ അകത്ത് നമ്മൾ ഒരു 1 GB ഒരു 1 കോർ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിനൊരു വിർച്വൽ മെഷീൻ ആയിട്ട് പ്രൊവിഷൻ ചെയ്തു. അപ്പോൾ ഇനി ആ പ്രൊവിഷൻ ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ആ പ്രൊവിഷൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് വിർച്വലൈസേഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു ഫുൾ വിർച്വലൈസേഷൻ അല്ലെങ്കിൽ ഹാർഡ്വെയർ അസിസ്റ്റഡ് ഫുൾ വിർച്വലൈസേഷൻ ഉണ്ട്, സോറി, ദെൻ സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് ഫുൾ വിർച്വലൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് ഫുൾ വിർച്വലൈസേഷനിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു VMs റിംഗ് 3 അല്ലെങ്കിൽ ഏറ്റവും ഔട്ടർ ലെയറിലായിരിക്കും റൺ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു OSൽ റൺ ചെയ്യുമ്പോൾ അതിന് വേണ്ട റിസോഴ്സ്, ഇപ്പൊ CPU അല്ലെങ്കിൽ അതിന് വരുന്ന റിക്വസ്റ്റ്, അതായത് പ്രോസസ് ചെയ്യുന്ന എന്താണോ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതെന്ത് ചെയ്യും, അണ്ടർലൈൻ കേർണലിലേക്ക് റിസോഴ്സ് പ്രൊവിഷൻ ചെയ്യാനുള്ള കോൾസ് സെൻഡ് ചെയ്യും, സിസ്കോൾ സെൻഡ് ചെയ്യും. അതിനനുസരിച്ചിട്ടാണ് കേർണൽ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നത്, CPU ആയാലും മെമ്മറി ആയാലും IO ആയാലും. അപ്പൊ ഈ സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് വിർച്വലൈസേഷനിൽ ഫുൾ വിർച്വലൈസേഷൻ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് അത് ഒരു ബൈനറി ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ സിസ്കോൾസ് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് നോർമലി നമുക്കറിയാം സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത് ബൈനറി കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ആ ബൈനറി കമ്മ്യൂണിക്കേഷൻ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെവി ആയിട്ടുള്ള പൈത്തൺ അല്ലെങ്കിൽ C പോലെയുള്ള ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം
ഈ ഇതുപോലെയുള്ള പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന് മനസ്സിലാവുന്ന ഭാഷയിൽ കൺവേർട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് റിസോഴ്സ് ഗെറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും കമ്പ്യൂട്ടിങ്ങിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള കമ്പനി, അതായത് ഇപ്പോൾ ഈ വിർച്വൽ മെഷീൻസിന്റെ റിസോഴ്സ് റിക്വസ്റ്റിനെ ഒരു ബൈനറി റിക്വസ്റ്റ് വരുന്ന ഒരു ബൈനറി മോഡിലേക്ക് വരുന്ന റിക്വസ്റ്റിനെ വീണ്ടും ഒരു കൺവേർഷൻ കൂടെ ചെയ്തിട്ടാണ് ഈ സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് ഫുൾ വിർച്വലൈസേഷനിൽ നമ്മൾ ഈ റിസോഴ്സ് ഫെച്ച് ചെയ്യുന്നു, VMs ഫെച്ച് ചെയ്യുന്നു. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയർ അസിസ്റ്റഡ് ഫുൾ വിർച്വലൈസേഷൻ എന്ന് പറയും. ഹാർഡ്വെയർ അസിസ്റ്റഡ് ഫുൾ വിർച്വലൈസേഷനിൽ ഈ ബൈനറി ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന സാധനം ആ ഒരു പ്രോസസ്സ് അവോയ്ഡ് ചെയ്തിട്ട്, അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്യുവൽ കൺവേർഷൻ വരുന്നതുകൊണ്ട് അത് പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ സ്ലോനെസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു മെത്തേഡിനെ മാറ്റിയിട്ട് അതിന് ഹാർഡ്വെയർ സപ്പോർട്ടോട് കൂടി ഈ റിസോഴ്സ് പ്രൊവിഷൻസ് അല്ലെങ്കിൽ റിസോഴ്സ് അലോക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതാണ് ഹാർഡ്വെയർ വിർച്വലൈസേഷൻ ഹാർഡ്വെയർ അസിസ്റ്റഡ് ഫുൾ വിർച്വലൈസേഷനിൽ ചെയ്യുന്നത്. അത് വന്നത് x86 പ്രോസസേഴ്സിൽ വിർച്വലൈസേഷൻ ഫംഗ്ഷനാലിറ്റിയൂടെ ആഡ് ചെയ്തിട്ടാണ്. അത് 2 പ്രോസസ്സേഴ്സ് അറിയാം, നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇന്റൽ VTX പിന്നെ AMD V. ഈ 2 ടൈപ്പ് പ്രോസസേഴ്സിന്റെ ഉത്ഭവത്തോടു കൂടിയാണ്. അത് സിൻസ് 2005 ആണ് അതിന്റെ ആ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസേഴ്സിന്റെ രംഗപ്രവേശത്തോടു കൂടിയാണ് ഈ ഒരു ഹാർഡ്വെയർ അസിസ്റ്റഡ് ഫുൾ വിർച്വലൈസേഷൻ നമുക്ക് സാധ്യമായിട്ടുള്ളത്. അപ്പൊ ഈ ഹാർഡ്വെയർ അസിസ്റ്റഡ് ഫുൾ വിർച്വലൈസേഷനിൽ യൂസ് ചെയ്യുന്ന ഹൈപ്പർവൈസേഴ്സിനെ നമ്മൾ ടൈപ്പ് 1 എന്നും പറയും. ടൈപ്പ് 1 ഹൈപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ ബെയർ മെറ്റൽ ഹൈപ്പർവൈസർ എന്ന് പറയും. അപ്പോൾ ഇതില് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർലൈങ് ഒരു ഹാർഡ്വെയർ, അതിന്റെ മേളിൽ ഈ ഹൈപ്പർവൈസർ OS, അത് ഈ ഹൈപ്പർവൈസർ ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വിർച്വലൈസേഷന് വേണ്ടി ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു OS, ഒരു ബെഡ് പോലെ, ഒരു സാൻഡ്വിച്ച് പോലെ അതിന്റെ ഇതിൽ വരും, ആ ഒരു ഹാർഡ്വെയറിന്റെ മേളിൽ വരും. ആ OSന്റെ മേളിലായിരിക്കും VMs റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 ടൈപ്പ് വിർച്വലൈസേഷനെ കുറിച്ച്, ഹാർഡ്വെയർ അസിസ്റ്റഡ് അല്ലെങ്കിൽ ഫുൾ വിർച്വലൈസേഷൻ, 2 ടൈപ്പ് ഫുൾ വിർച്വലൈസേഷൻ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാ വിർച്വലൈസേഷൻ എന്ന് പറയുന്ന ടെർമിനോളജി. പാരാ വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർലി ഒരു ഡിഫറെന്റ് ആണ് ഹാർഡ്വെയർ അസിസ്റ്റഡ് വിർച്വലൈസേഷനിൽ. ഈ ഹാർഡ്വെയർ അസിസ്റ്റഡ് വിർച്വലൈസേഷനിൽ നമ്മൾ റൺ ചെയ്യുന്ന VMs അല്ലെങ്കിൽ ഗസ്റ്റ്, അതിന്റെ OS ലെവലിൽ വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അത് നോർമലി റൺ ചെയ്യുന്ന പോലെ തന്നെ റൺ ചെയ്യും. ബാക്കി അതിന് സിസ്റ്റം കോൾസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അണ്ടർലൈൻ ഹൈപ്പർവൈസർ OS ആയിരിക്കും. പക്ഷേ ഈ പാരാ വിർച്വലൈസേഷനിൽ യൂസ് ചെയ്യുന്ന ഗസ്റ്റിന്റെ കേർണൽ മാനിപ്പുലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ കേർണൽ ചേഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ സെപ്പറേറ്റ് ഡ്രൈവേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. എന്നിട്ട് ഈ അണ്ടർലൈൻ അല്ലെങ്കിൽ മദർ OSനോടുള്ള റിസോഴ്സ് ഫെച്ചിങ്ങും അല്ലെങ്കിൽ സിസ്റ്റം കോൾസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഡ്രൈവേഴ്സ് ത്രൂ ആയിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അതാണ് ശരിക്കും ഈ പാരാ വിർച്വലൈസേഷനും അതുപോലെ തന്നെ ഹാർഡ്വെയർ ഫുൾ വിർച്വലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഒരു ടൈപ്പ് ഓഫ് വിർച്വലൈസേഷൻ ഉണ്ട്, ഹൈബ്രിഡ് വിർച്വലൈസേഷൻ എന്ന് പറയും. ഹൈബ്രിഡ് വിർച്വലൈസേഷനിൽ ഇതൊരു ഹാർഡ്വെയർ അസിസ്റ്റഡ് ഫുൾ വിർച്വലൈസേഷന്റെയും അല്ലെങ്കിൽ ഫുൾ വിർച്വലൈസേഷന്റെയും അതുപോലെ തന്നെ പാരാ വിർച്വലൈസേഷന്റെയും ഒരു കോംബോ ആണ് ശരിക്കും പറഞ്ഞാൽ. അതിൽ PV ഡ്രൈവേഴ്സും ഉണ്ടാവും, അതുപോലെ തന്നെ ഹാർഡ്വെയർ അതായത് ഈ പ്രോസസേഴ്സിന്റെ സപ്പോർട്ടും ഉണ്ടാവും, വിർച്വലൈസേഷൻ ഇനേബിൾഡ് പ്രോസസേഴ്സിന്റെ സപ്പോർട്ടും ഉണ്ടാവും. അതിൽ മെയിൻ ആയിട്ടും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇന്ററപ്റ്റ് കൺട്രോളർ അല്ലെങ്കിൽ IO അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു റിക്വസ്റ്റ് എല്ലാം പാരാ വിർച്വലൈസേഷൻ ഡ്രൈവേഴ്സ് യൂസ് ചെയ്ത് നടക്കും. പിന്നെ അതിൽ CPU ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും റിസോഴ്സ് പ്രൊവിഷൻ അല്ലെങ്കിൽ എന്ത് റിസോഴ്സ് റിക്വസ്റ്റ് എല്ലാം നോർമൽ നമ്മൾ ഹാർഡ്വെയർ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും വിർച്വൽ മെഷീൻസും കേർണലും തമ്മിലുള്ള ഇന്ററാക്ഷൻ നടക്കും. ദെൻ ഇനി നമുക്ക് ഇത്രയാണ് ശരിക്കും മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വിർച്വലൈസേഷൻ ടെക്നോളജീസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ. ഇനി സിനോബ് ആൻഡ് രാജേഷ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഇത്ര നമ്മൾ പറഞ്ഞതിൽ? ഹലോ കേൾക്കുന്നുണ്ട്. ഹലോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നമ്മൾ പാരാ വിർച്വലൈസേഷൻ പറഞ്ഞപ്പോൾ അതിന്റെ ടൈപ്സ് പറഞ്ഞു. അതിനകത്ത് കുറച്ച് ഏതൊക്കെയാണ് ഇപ്പൊ നിലവിൽ ഉപയോഗിക്കുന്ന ടൂൾസ് എന്നൂടെ പറയാം വിർച്വലൈസേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫസ്റ്റില് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ മോഡൽ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് ആയിരുന്നു ആദ്യം പറഞ്ഞത് അല്ലേ. അപ്പൊ അവിടെ നമ്മൾ VMwareന്റെ വർക്ക് സ്റ്റേഷൻ
32-bit OSഉം പിന്നെ VMware സെർവർ വിർച്വൽ ബോക്സിന്റെ 32-bit വേർഷനും ഒക്കെയാണ് നമ്മൾ പറയുന്ന അതിൽ വരിക. എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന ആ സോഫ്റ്റ്വെയർ വെച്ച് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വെർച്വലൈസേഷൻ കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത് ആ സോഫ്റ്റ്വെയറിനെ ഓറിയന്റ് ചെയ്തിട്ട് അത് വരുന്നതാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ അസിസ്റ്റഡ് ആയിട്ടുള്ളതിൽ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞു VTXഉം AMD ഒക്കെ ഉള്ളതാണ് മെഷീനിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അവൈലബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതായത് കേണൽ വേർഷൻ x86-ലായിരുന്നു ഇത് ആദ്യം 2005-ൽ വന്ന്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റെൽ മെഷീൻസിലൊക്കെ ആദ്യം ഈ സംഭവം വരുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫുള്ളി വെർച്വലൈസ്ഡ് ആയിട്ടുള്ള KVM പോലുള്ള സംഭവങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ 64-bit തന്നെ വേണമായിരുന്നു. 32-bit നമുക്ക് ആ വെർച്വലൈസേഷൻ്റെ ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പിന്നെ വരുന്നതാണ് VMwareന്റെ ESXi എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെ KVM Hyper-V വിൻഡോസിന്റെ ഹൈപ്പർവൈസേഴ്സ് ആയിട്ടുള്ള Hyper-V ഉണ്ട്. ദെൻ സെൻ ഈ 2 കാറ്റഗറിയിലും യൂസ് ചെയ്യും. പാരാ വെർച്വലൈസേഷനിൽ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് സെന്ന് ഫുള്ളി ബെയർ മെറ്റൽ വെർച്വലൈസേഷനിൽ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സെൻസെട്രിക്സ് എന്നൊക്കെ പറയുന്ന സംഭവം അത് ഫുള്ളി വെർച്വലൈസ്ഡ് ആണ്. പിന്നെ വരുമ്പോൾ എന്തോ കണക്ഷൻ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. സിബിൻ കണ്ടിന്യൂ ചെയ്യായിരുന്നു. ഓക്കെ, സിനോ. ഷുവർ, പൊക്കോട്ടെ. ഇത്രയൊക്കെയാണ് ഇപ്പോൾ ആഡ് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത്. ഓക്കെ നമുക്ക് ഓക്കെ ശരി, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് വിർച്വലൈസേഷനിൽ ഉള്ള ഒരു കുറച്ച് ടേംസ്. വിർച്വലൈസേഷൻ ടെക്നോളജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫങ്ഷണാലിറ്റീസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഓവർ കമ്മിറ്റ്. ഓവർ കമ്മിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് പ്രൊവിഷൻ ചെയ്ത് വെക്കാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സപ്പോസ് ഒരു ഫിസിക്കൽ സെർവർ, അതിലൊരു 8 കോർ CPU, അതിനൊരു 16 GB റാമോ ഉള്ളൂ, ഫിസിക്കലി പ്രസന്റ് ഉള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷെ നമുക്ക് വിർച്വൽ മെഷീൻസ് അതിൽ കൂടുതൽ വിർച്വൽ മെഷീൻ പ്രൊവിഷൻ ചെയ്യുമ്പോൾ മേ ബി നമുക്ക് ടോട്ടലി എല്ലാ വിർച്വൽ മെഷീനും പ്രൊവിഷൻ CPU കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മേ ബി ടോട്ടൽ 10 CPU ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് മെമ്മറിക്കാണെങ്കിലും അതുപോലെ ഫിസിക്കലി പ്രസന്റ് ആയിട്ടുള്ള മെമ്മറിയേക്കാൾ കൂടുതൽ റിസോഴ്സ് നമുക്ക് പ്രൊവിഷൻ ചെയ്ത് കൊടുക്കാൻ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതൊരു അത് ഹൈപ്പർവൈസർ OSന്റെ ഒരു പ്രിവിലേജ്, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുക, ഒരു ഫങ്ഷണാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അത് ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു സപ്പോസ് 2 VM റൺ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഒരു VM-ൽ 2 കോർ, ഒരു അടുത്ത VM-ൽ 4 കോർ CPU. ഞാൻ CPU-ന്റെ എക്സാമ്പിൾ വെച്ച് പറയും. ഇപ്പം ഈ 4 കോർ പ്രൊവിഷൻ ചെയ്തിരിക്കുന്ന CPU VM-ൽ ഈ 2 കോറെ ആക്റ്റീവ്ലി യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഈ നമ്മൾ എന്ത് ചെയ്യും, ഫിസിക്കലി അപ്പോൾ മറ്റേ ലോവർ കോൺഫിഗറേഷൻ ഉള്ള മെഷീനിൽ അത് ഫുള്ളി വിർച്വലൈസ്ഡ് ആണ്. അതുപോലെ തന്നെ ഫുള്ളി യൂട്ടിലൈസ്ഡ് ആണ്. അതിൽ കുറച്ചുകൂടി റിസോഴ്സ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓവർ കമ്മിറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ലോവർ യൂസേജ് ഉള്ള മെഷീനിൽ നിന്ന് ഫുൾ യൂസേജ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള CPU മദർവൈസ് സേവ് ചെയ്യും. എന്നിട്ട് ആ സേവ് ചെയ്യുന്ന CPU റിസോഴ്സിനെ ഈ ഫുള്ളി ആക്റ്റീവ് അല്ലെങ്കിൽ ഫുള്ളി എൻഗേജ് ആയിട്ട് റൺ ചെയ്യുന്ന മെഷീൻസ് കൂടുതൽ റിസോഴ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, ഹൈപ്പർവൈസർ കാണാൻ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇതിന് യൂസേജിന് പ്രൊവിഷൻ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യാം. എന്നിട്ട് ആ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ റൺ ചെയ്യുന്ന പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് വീണ്ടും റിഗെയിൻ ചെയ്യും. എന്നിട്ട് ഇൻ കേസ് ഇപ്പോൾ ശരിക്കും ആക്ച്വലി നമ്മൾ പ്രൊവിഷൻ ചെയ്ത ഒരു സെർവറിലാണ് റിസോഴ്സ് റിക്വസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അത് വീണ്ടും അതിന് റീഅലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും ഓവർ കമ്മിറ്റ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജിയിൽ ശരിക്കും അതിന്റെ ഫങ്ഷണാലിറ്റി അല്ലെങ്കിൽ വർക്കിംഗ് എങ്ങനെയാണ്. അതുപോലെ തന്നെ മെമ്മറി ബലൂണിങ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതും ഇതുപോലെ തന്നെ നമുക്ക് ഒരു
മിൻ ലെവൽ ടു മാക്സ് ലെവൽ. നമുക്കിപ്പോൾ ഒരു VM പ്രൊവിഷൻ ചെയ്യുമ്പോൾ മേ ബി ഒരു 2 GB എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഒരു റിസോഴ്സ് പ്രൊവിഷൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിലൊരു 1 GB to 2 GB നമുക്ക് വേണമെങ്കിൽ ഒരു വേരിയിങ് റിസോഴ്സ് പോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അവിടെ സംഭവിക്കുന്ന ഇതാണ്, അതായത് ലോവർ യൂസേജ് ഉള്ള വിർച്വൽ മെഷീൻസിന്റെ മെമ്മറി റിസോഴ്സ് ഹോസ്റ്റ് സേവ് ചെയ്തിട്ട് കൂടുതൽ യൂട്ടിലൈസേഷൻ വരുന്ന VMന് അത് കൊടുക്കും. ആ റിസോഴ്സ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിലെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അത് ആ റിസോഴ്സ് ഫ്രീ ആകുമ്പോൾ വീണ്ടും ഹോസ്റ്റിലേക്ക് സേവ് ചെയ്യുന്നു, അത് തിരിച്ച് പഴയ മെഷീനിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അത് ഈ ഹൈപ്പർവൈസറിന്റെ ഒക്കെ ക്ലയന്റ് ആരെങ്കിലും യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ജെൻസെറിന്റെ ഒക്കെ ആണെങ്കിൽ ജെൻസെന്റർ എന്ന് പറഞ്ഞ ടൂളുണ്ട്. അതെല്ലാം നമുക്ക് ശരിക്കും കാണാൻ പറ്റും. നമുക്ക് വിർച്വൽ മെഷീൻസിന്റെ മെമ്മറി എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിൽ എത്ര റിസോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എത്ര ഫ്രീ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ലൈവ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞൊരു ടൈമാണ്. ലൈവ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ഡൗൺ ടൈം ഒരു ഹൈപ്പർവൈസറിൽ നിന്ന്, ഇപ്പോൾ അതൊരു സാധാരണ നോർമലി നമ്മൾ ഹൈ അവൈലബിലിറ്റി പോലെയുള്ള ഫംഗ്ഷനാലിറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ പറ്റില്ല. നമുക്ക് 2 ഹോസ്റ്റ് വേണം. അതുപോലെ തന്നെ അതിനൊരു കോമൺ സ്റ്റോറേജും വേണം. ഒരു കോമൺ സ്റ്റോറേജ് ഈ ഒരു പൂൾ അല്ല, അപ്പോൾ അതിൻ്റെ ഒരു ക്ലസ്റ്റർ അല്ലെങ്കിൽ ഒരു പൂൾ എന്ന് പറയാം. ഈ പൂളിന് കോമൺ ആയിട്ടൊരു സ്റ്റോറേജ് വേണം. അപ്പൊ അങ്ങനെയുള്ള സിനാരിയോസിൽ ഇപ്പോൾ ഒരു ഹോസ്റ്റിൽ റൺ ചെയ്യുന്ന VM ആ ഹോസ്റ്റ് ഏതെങ്കിലും കാരണവശാൽ ഹോസ്റ്റ് ഇഷ്യൂ ആയി അല്ലെങ്കിൽ ഓവർ VMs അതിൽ പ്രൊവിഷൻ ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി നമുക്ക് വേണ്ട ഒരു VMന് പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ പറ്റുന്നില്ല, അതിന് സെക്കൻഡറി ഹോസ്റ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തൗട്ട് ഡൗൺ ടൈം ലൈവ് മൈഗ്രേഷൻ ഫംഗ്ഷനാലിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് VMsനെ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ലൈവ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാലിറ്റി. പിന്നെ ഉള്ളത് നെക്സ്റ്റ് ഒരു ടേം എന്ന് പറഞ്ഞാൽ തിക്ക് ആൻഡ് തിൻ പ്രൊവിഷനിങ് ആണ്. അത് ശരിക്കും സ്റ്റോറേജിനെ ബേസ് ചെയ്തിട്ട് പറയുന്ന ഒരു 2 ടേംസ് ആണ്. തിക്ക് പ്രൊവിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഒരു വിർച്വൽ മെഷീൻ നമ്മൾ 50 GB സ്റ്റോറേജ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വിചാരിക്കുക. അപ്പൊ ആ 50 GB അത് അങ്ങനെ തന്നെ ആ VMന്റെ പ്രൊവിഷനിങ്ങിൽ അലോക്കേറ്റ് ആവും. അപ്പൊ ആ അലോട്ട് ചെയ്ത സ്റ്റോറേജ് സ്പേസിൽ പിന്നെ വേറെ ഒരു VMൽ വേറെ ഏതെങ്കിലും പർപ്പസ് കൊണ്ട് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ വേറൊരു VMന് അസൈൻ ചെയ്യാനോ പറ്റില്ല. പക്ഷേ തിൻ പ്രൊവിഷനിങ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. തിൻ പ്രൊവിഷനിങ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ആണ്. ശരിക്കും അതിൽ നമ്മൾ ഒരു 50 GB പ്രൊവിഷൻ ചെയ്താൽ 15 GB അലോക്കേറ്റ് ആവും. പക്ഷെ ഈ സ്റ്റോറേജിന്റെ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അത് VMൽ എങ്ങനെയാണോ ഡാറ്റ ഗ്രോ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഇത് ഈ നമ്മുടെ സ്റ്റോറേജ് ചെയ്ത് പ്രൊവിഷൻ ചെയ്തത്. ഇതാണ് തിക്കും തിന്നും തമ്മിലുള്ള ഡിഫറൻസ്. സിനോബ് എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? രാജേഷ് സാർ എന്തെങ്കിലും ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയ ടെർമിനോളജീസിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? തിക്കും തിന്നും വരുമ്പോൾ നമ്മൾ കൂടുതലും തിൻ പ്രൊവിഷനിങ് LVM ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. LVM വെച്ചിട്ടാണ് സാധാരണ രീതി ചെയ്തുകൊണ്ടിട്ടുള്ളത്. അപ്പോൾ LVM ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ മാക്സിമം കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ തിൻ പ്രൊവിഷനിങ്ങിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും കാരണം നമുക്കിപ്പോൾ ഒരു 100 GB VM വേണം. 100 GB VMൽ ആക്ച്വലി യൂസ് ചെയ്യുന്നത് 20 GB ആണെങ്കിൽ ആ 20 GB ബാലൻസ് നമുക്ക് അവിടെ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ആ VM എടുക്കും. അല്ലാതെ വരുന്ന സമയത്ത് അത് നമുക്ക് വേറൊരു VMലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലേക്കാണ് തിൻ പ്രൊവിഷനിങ് വരിക. പ്രൊവിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വൺസ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് ആ സ്പേസ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ 100 GB ഒരു VM ഉണ്ടാക്കി നമ്മൾ 20 GB യൂട്ടിലൈസ് ചെയ്തെങ്കിലും തിക്ക് പ്രൊവിഷനിങ് ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരിക്കലും പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. വേറൊരു വെർച്വൽ മെഷീന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അത് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഡൈനാമിക് ആയിട്ടല്ല അലോക്കേഷൻ നടക്കുക, അത് സ്റ്റാറ്റിക് അലോക്കേഷൻ ആണ്. പിന്നെ ഇത്രയൊക്കെയാണ് തിൻ പ്രൊവിഷനിങ് പറയേണ്ടത്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമുണ്ട്, ഈ വെർച്വലൈസേഷനും ക്ലൗഡും ഒന്നാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെറ്റ്വർക്ക് ഓപ്പറേഷൻസ് 3 രീതിയിലാണ് സാധാരണ ഒരു വെർച്വലൈസ്ഡ് എൻവയറമെന്റിൽ നെറ്റ്വർക്ക് വരിക. ഒന്ന്, നമുക്ക് നമ്മുടെ VMs തമ്മിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഹോസ്റ്റ് ടു ഹോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മാത്രം വരുന്ന ഒരു മോഡുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ ഒരു ബ്രിഡ്ജിങ് മെത്തേഡ്. അതായത് നമ്മുടെ ഹോസ്റ്റിന്റെ ഏതാണോ നമ്മൾ ഹൈപ്പർവൈസറായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ അത് ആ ഹോസ്റ്റിന്റെ
ഈതർനെറ്റ് പോർട്ടിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് അതായത് VM കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ഇതർനെറ്റ് പോർട്ടിലോട്ടായിരിക്കും. അവിടുന്ന് നമുക്ക് പുറത്തേക്ക് കണക്ഷൻ കിട്ടുന്നു. പിന്നെ വരുന്നതാണ് നാറ്റിങ്. നാറ്റിങ് എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണ രീതിയിൽ നമുക്കിപ്പോൾ ക്ലൗഡിലൊക്കെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. നമുക്ക് പുറത്തൊരു പബ്ലിക് അഡ്രസ് ഉണ്ടാവും, അകത്ത് വരുന്നത് ഒരു പ്രൈവറ്റ് റേഞ്ച് IP അഡ്രസ് ആയിരിക്കും. അവിടെ നടക്കുന്നത് നാറ്റിംഗ് ആണ്. നാറ്റിംഗ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈവറ്റ് IP ആയിരിക്കും ഇൻസൈഡിലുള്ളത്, ഔട്ട്സൈഡിലുള്ളത് പബ്ലിക് IP ആയിരിക്കും. ഇവ തമ്മിൽ ഇത് കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് ഇത് തമ്മിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. പുറത്തേക്ക് പോകുന്ന പാക്കറ്റുകൾക്ക് പറയുന്ന പബ്ലിക് അഡ്രസ് വഴിയും ഇൻകമിങ് വന്നിട്ട് പിന്നെ നാറ്റ് ചെയ്ത് സെർവറിൻ്റെ അകത്തേക്ക് VM-ലേക്ക് വരുന്ന സമയത്ത് അത് പ്രൈവറ്റ് റേഞ്ചിലുള്ള IP അഡ്രസ്സും ആയിരിക്കും. പിന്നെന്താണ്, ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. സിവിൻ കണ്ടിന്യൂ ചെയ്തോളൂ. ഹലോ. ഓക്കെ, താങ്ക് യു സിനോ. അപ്പം നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്ത ടോപ്പിക്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹാൻഡ് റൈസിങ് ടേൺ ഓൺ ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാവുന്നതാണ്. നമ്മുടെ സ്പീക്കേഴ്സ് പാനലിലുള്ളവരെല്ലാവരും. പിന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിൽ ഒരു കാര്യം വിട്ടുപോയില്ലേ, നമ്മുടെ ക്ലൗഡിന്റെ കാര്യം പറഞ്ഞു വന്നിട്ടത് അവിടെ ഇടയ്ക്ക് വെച്ച് നിർത്തി. അതായത് എല്ലാവർക്കും ഒരു സംശയമാണ്, വെർച്വലൈസേഷൻ തന്നെയാണോ ക്ലൗഡിൽ വരുന്നതെന്ന്. ക്ലൗഡിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ക്ലൗഡിൽ ഒരു ഹാർഡ്വെയർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ്ട. പിന്നെ ഈ പറയുന്ന ഉപയോഗിക്കുന്നതിനുള്ള കാശ് മാത്രം കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ്. പിന്നെ അതുപോലെ ത്രൂപുട്ട് കൂടുതലുണ്ട്. കാരണം അവരുടെ ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്കും അതുപോലെ തന്നെ ഹാർഡ്വെയറും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഹാർഡ്വെയറും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പറയുന്ന മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. ഹ്യൂമൻ എഫർട്ട് വളരെ കുറവായിരിക്കും. അവിടുത്തെ എഞ്ചിനീയർ, അതായത് ആ ക്ലൗഡ് ഡാറ്റാ സെന്ററിലുള്ള എഞ്ചിനീയേഴ്സ് മാത്രമേ അതിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നുള്ളൂ. പകരം നമ്മളൊരു ഹാർഡ്വെയർ കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതിന് ഇത്രയും കാര്യങ്ങൾ. ഇപ്പോൾ ഒരു നോർമലി ഡെഡിക്കേറ്റഡ് സെർവർ ആണെങ്കിൽ പോലും നമ്മൾ ഒരു ഹാർഡ്വെയർ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ഒരു ബർഡൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്ലൗഡിലേക്ക് കൂടുതൽ പോകുന്നു. പിന്നെ ആ പറയുന്ന ഒരു കോസ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റ് കുറയും. പിന്നെ മോറോവർ ഇതിന്റെ പെർഫോമൻസ് കൂടുതലുണ്ടെന്നാണ് പറയുക. കാരണം ഈ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഹാർഡ്വെയറുകളും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് തന്നെ ഡിസൈൻ ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലാണ് അത് പോകുന്നത്. അപ്പോൾ പക്ഷെ ബേസിക് വെർച്വലൈസേഷൻ തന്നെയാണ് ക്ലൗഡിന്റെയും ഒരു കൺസെപ്റ്റ്. എല്ലാത്തിലും വരുന്ന കൺസെപ്റ്റ് അത് തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന 3-4 അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ടാണ് ക്ലൗഡ് കൂടുതൽ പോപ്പുലർ ആകാൻ കാരണം. സിബിൻ, ഒന്നും കൂടെ ഫൈനലായിട്ടല്ല, ഇപ്പോൾ ഹാൻഡ് റൈസിങ് ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്. ചോദ്യങ്ങളുള്ളവർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഹാൻഡ് റൈസ് ചെയ്ത് സ്റ്റേജിലേക്ക് കയറി വരാവുന്നതാണ്. അതായത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക, ഇവിടെ കവർ ചെയ്യാതെ പോയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിലോ ഒക്കെ വരാം. അതല്ലെങ്കിൽ വെർച്വലൈസേഷനിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ് താഴെ ഇരിക്കുന്നവരിലോ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും കയറി വരാം. ഒരു ഫിക്സഡ് പാനലൊന്നുമില്ല. അതായത് ബിഗിനേഴ്സിൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഉത്തരം പറയാം. സിബിൻ, നമ്മളിപ്പോൾ ഒരു സ്പീക്കർ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇപ്പോൾ എടുക്കുകയാണോ അതെയോ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ക്വസ്റ്റ്യൻ എടുക്കുക. ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഒന്നും പ്രശ്നമില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടോപ്പിക്സ് ഓൾമോസ്റ്റ് കവർ ആയിട്ടുണ്ട്. ഓക്കെ. ഷാംസ്, ഡെവോപ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ചോദിക്കാം. ഹലോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനെ ഒരു ക്ലബ്ബ് എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം എവിടെയോ കണ്ട് ഞാൻ അതിൻ്റെ അകത്ത് റിമൈൻഡർ ഒക്കെ ഇട്ട് കറക്റ്റ് സമയത്തിന് കയറിയായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഉദ്യമം നിങ്ങൾ ചെയ്തതിൽ. കാരണം ഞാനൊരു കഴിഞ്ഞ 2-3 മാസമായിട്ട് സെർവർ വിർച്വലൈസേഷൻ ഏരിയ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ VMware റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പഠിക്കാനുള്ളൊരു ശ്രമമായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ തന്നെ പഠിക്കാൻ പല കാര്യങ്ങളും ശ്രമിക്കുമ്പോൾ നമുക്ക് ഈ വിർച്വലൈസേഷന്റെ ആർക്കിടെക്ചർ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ സ്ട്രക്ക് ആയിപ്പോകും. വളരെ കോംപ്ലിക്കേറ്റഡ് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ബലൂണിങ്, ആ മെമ്മറി റീക്ലമേഷൻ ടെക്നിക്സും CPU ഷെഡ്യൂളിങ്ങും ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ വളരെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പക്ഷേ ചില ഏരിയയിൽ നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിപ്പോകും.
പിന്നെ പാരാ വെർച്വലൈസേഷൻ, ഫുള്ളി വെർച്വലൈസേഷൻ. അപ്പോൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട മേഖലയിൽ അതേപോലെ തന്നെ ആ മേഖല ഇഷ്ടപ്പെടുന്ന പല ആൾക്കാരും ഒത്തുകൂടി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അതിന്റെ സംശയങ്ങൾ ചോദിക്കുമ്പോഴും അത് റിയൽ ടൈമിൽ പറഞ്ഞു കൊടുക്കുമ്പോഴും ഇതിലും വലിയൊരു സഹായം ഈ ഒരു ഇൻഡസ്ട്രിയിൽ കിട്ടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ യൂട്യൂബിലേക്കൊക്കെ പോയി ഞാൻ ഒരുപാട് വെബിനാറും ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ നോക്കുമ്പോഴും അവിടെ നമ്മൾ VMwareലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവിടെ ഇൻസ്റ്റലേഷൻ, കോൺഫിഗറേഷൻ, ട്രബിൾ ഷൂട്ടിംഗ്, ഈ ഒരു 3 ഏരിയയിൽ കേന്ദ്രീകരിച്ചാണ് പല വീഡിയോസും കണ്ടന്റുകളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതിന്റെ കോൺസെപ്റ്റ് ലെവലും ആർക്കിടെക്ചർ ലെവലും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം എന്നൊരു താല്പര്യമുള്ളൊരു റിസോഴ്സസ് വളരെ കുറവാണ്. ഇനി ചില കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാലും നമുക്കത് പരിചയമല്ലാത്തത് മനസ്സിലാക്കാനും പാടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഏരിയയിൽ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്ന് കരുതുന്നു. അപ്പം ഈ ഒരു ക്ലബ്ബ് മാക്സിമം മോഡറേറ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന്, അതുപോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ പോലെയുള്ള പഠിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. നിങ്ങളുടെയൊക്കെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ മാത്രമേ ഈ ഒരു ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഊർജ്ജമായിട്ട് നൽകാൻ നമുക്ക് കഴിയത്തുള്ളൂ. അപ്പൊ മാക്സിമം എങ്ങനെയെങ്കിലും ഇതിന് ഈ ഒരു ഉദ്യമം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് എന്നെ പോലെയുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഞാൻ പറയുകയാണ്. അത് ഞാനും അങ്ങനെ കരുതുന്നു. അപ്പൊ എനിക്ക് ഒരു സംശയം ചോദിക്കാനുള്ളത്, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് ഡേറ്റാ സെന്റർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ഇപ്പൊ നമ്മൾ വെർച്വലൈസേഷനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴും നമ്മൾ ഓൺ പ്രൊമൈസ് വെർച്വലൈസേഷനെ കുറിച്ചായിരിക്കും ഇപ്പൊ നമ്മൾ കൂടുതൽ സംസാരിച്ചത്. അപ്പോ അതിന്റെ അകത്ത് ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന നിലവിലുള്ള ഹാർഡ്വെയർ റിസോഴ്സസ്, ആ സെർവറിനെ അതിന്റെ മാക്സിമം റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മൾട്ടിപ്പിൾ ഹൈപ്പർവൈസറിന്റെ സഹായത്തോടു കൂടി അതിന്റെ അകത്ത് മൾട്ടിപ്പിൾ വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ OS ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തും. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് ഡേറ്റാ സെന്ററിനെ കുറിച്ച് ഞാൻ വായിക്കാൻ ശ്രമിച്ചു. അവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് സ്ട്രക്കായിപ്പോയി. കാരണം നമുക്ക് ഈ പറയുന്ന പോലെ ക്ലൗഡിൽ എവിടെയെങ്കിലും ആയിരിക്കും ഒരു പക്ഷെ നമുക്ക് ആ റിസോഴ്സസ് നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ മോഡലിൽ ചിലപ്പം വാങ്ങുകയായിരിക്കാം ചെയ്യുന്നത്. അപ്പൊ അത് ഓക്കെ, ഫൈൻ. പക്ഷെ എന്റെ ഒരു സംശയം, എനിക്കിപ്പം ഒരു സെർവർ അല്ലെങ്കിൽ 1-2 സെർവർ വേണം. അപ്പം ഇങ്ങനെ ക്ലൗഡിലേക്ക് പോകുമ്പോൾ അതിനും നമുക്കൊരു ബേസിക് ബെയർ മിനിമം ഒരു ഹാർഡ്വെയർ റിക്വയർമെന്റിന്റെ ആവശ്യം വരുമോ എന്നുള്ളതാണ് ഒരു സംശയം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലൗഡിൽ നിന്ന് എന്തായാലും തീർച്ചയായിട്ടും ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഒക്കെ നടക്കുമ്പോൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാകാൻ സാധ്യതയില്ലേ? ഇതൊക്കെയാണ് എന്റെ സംശയം. അപ്പൊ ക്ലൗഡിൽ നിന്ന് നമ്മൾ എങ്ങനെ നമ്മുടെ ഈ പ്രൊമൈസിലേക്ക് ഇതിനെ അതിന്റെ ഇന്റർമീഡിയറ്റ് എന്തായിരിക്കും, അതിന് നമുക്ക് എന്തെങ്കിലും ഹാർഡ്വെയർ വേണോ എന്നുള്ളതാണ് സംശയം. ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ സെർവറിൽ ഒരു വെർച്വൽ ഡെസ്ക്ടോപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിൻ ആപ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തോ ഒരു ഡിവൈസ് ഉണ്ട്, ഞാൻ അതിന്റെ പേര് പറഞ്ഞു, അതൊക്കെ വെച്ചിട്ട് ഈവൻ ഒരു ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഒന്നും ഇല്ലാതെ തന്നെ ഒരു യൂസറിന് ഒരു ഡെസ്ക്ടോപ്പ് നമുക്ക് അലോട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും. പക്ഷെ അത് ഡേറ്റാ സെന്റർ ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ ക്ലൗഡിൽ ഇരിക്കുന്ന ഒരു സാധനത്തിന് എന്തായാലും നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവണമെങ്കിൽ അതെന്താണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് സംശയം. ഞാൻ മാക്സിമം വായിച്ചു നോക്കാൻ ശ്രമിച്ചിട്ട് പലയിടത്തും എനിക്ക് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. താങ്ക് യു. താങ്ക് യു ഷംസ്. താങ്ക്സ് ഫോർ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് വളരെ നന്ദി. ആരെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? റിപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ അദ്ദേഹത്തോട്? ഓക്കെ ഷാംസ്, ഞാൻ ശ്രമിച്ചു നോക്കാം. ശരിക്കും ഷാംസ് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോൾ നമ്മൾ ഒരു ക്ലൗഡിൽ കിടക്കുന്ന ഒരു അല്ലെങ്കിൽ ക്ലൗഡിൽ നമ്മൾ പ്രൊവിഷൻ ചെയ്തെടുക്കുന്ന എല്ലാ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസിന്റെയും ബാക്ക് എൻഡ് എന്ന് പറയുന്നത് ഈ വിർച്വലൈസ്ഡ് ഹാർഡ്വെയർ തന്നെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അത് ഓൺ പ്രിമിസിൽ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ളതാണോ ഷാംസ് ചോദിക്കുന്നത്? അതെ, ഓൺ പ്രൊമൈസിലേക്ക് ഒരു ഉദാഹരണം ഒരു റിക്വയർമെന്റിന്റെ അടിസ്ഥാനത്തിൽ പറയാം. എനിക്കിപ്പോ എന്റെ കമ്പനിയിൽ ഒരു ERP സൊല്യൂഷൻ ഉണ്ട്. അതിന്റെ ഒറാക്കിൾ റിലേറ്റഡ് സാധനങ്ങളും ഒക്കെ ഈ സെർവറിൽ ക്ലൗഡിൽ നമ്മളൊരു കോൺഫിഗറേഷൻ പറഞ്ഞ് അതേപോലെ ക്ലൗഡിൽ ആ റിസോഴ്സസ് നമ്മൾ വാങ്ങിക്കുന്നു. ആൻഡ് പിന്നെ നമ്മൾ യൂസർ ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്സും ലാപ്ടോപ്സും ഉണ്ട്. അപ്പൊ അവിടെ ഈ ഒരു സെർവർ ക്ലയന്റ് ആ ഒരു കണക്ഷൻ നമ്മൾ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ് സംശയം. ഒരു ഡാറ്റാ സെന്റർ ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു വിർച്വലൈസ്ഡ് എൻവയോൺമെന്റ് ഡാറ്റാ സെന്ററിൽ സെറ്റപ്പ് ചെയ്യുമ്പോൾ
നമുക്ക് നെറ്റ്വർക്കും അതുപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹാർഡ്വെയറിന്റെ കപ്പാസിറ്റി എല്ലാം ഒരു നല്ല കൺസ്ട്രെയിൻ തന്നെയാണ്. എത്രത്തോളം നിങ്ങളുടെ ഇൻഫ്ര എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അത്ര ധാരണ കിട്ടുന്നില്ല. പക്ഷെ എന്നാലും ഒന്ന് പറയാം. ഇപ്പൊ ഏതെങ്കിലും ഹൈപ്പർവൈസർ പ്ലാറ്റ്ഫോം ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. ഏതാ ഹൈപ്പർവൈസർ യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും? ഞാൻ VMware ഹൈപ്പർവൈസർ ആണ് യൂസ് ചെയ്യുന്നത്. VMware തന്നെയാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾക്കൊരു ഒരു ഹൈപ്പർവൈസർ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അതില് ഇപ്പൊ നമുക്ക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് പറഞ്ഞാൽ, ഒന്ന് ട്രാഫിക് സെഗ്രിഗേഷൻ. അതായത് ഒരു സിംഗിൾ ഹൈപ്പർവൈസർ ഹോസ്റ്റിന്റെ സിംഗിൾ എതർനെറ്റ് ത്രൂ അല്ലാതെ ഇപ്പൊ മാനേജ്മെന്റ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും, ഇപ്പൊ റീസെന്റർ പോലെയുള്ള മാനേജ്മെന്റ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും, VMസിന്റെ ട്രാഫിക്കിന് വേണ്ടിയിട്ടാണെങ്കിലും, അതുപോലെ സ്റ്റോറേജ് ട്രാഫിക്കിന് വേണ്ടിയിട്ടാണെങ്കിലും സെപ്പറേറ്റ് എതർനെറ്റ് പോർട്സ് അല്ലെങ്കിൽ എതർനെറ്റ് കാർഡ്സ് യൂസ് ചെയ്യുക, അങ്ങനെ ട്രാഫിക്കിനെ സെഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നെറ്റ്വർക്കിംഗ് സ്വിച്ചസ്, അതുപോലെ IP റൂട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിനനുസരിച്ച് സെപ്പറേറ്റ് VLANs സെഗ്രിഗേഷൻ അതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. പക്ഷെ അതിനുള്ള പ്രൊവിഷൻ എല്ലാം ഷാംസിന്റെ ഉണ്ടോ? ഇത്രയും ഇത് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാനുള്ള ലാബും കാര്യങ്ങളും ഉണ്ടോ? നിങ്ങൾക്ക് റിസോഴ്സ് ഉണ്ടോ? അങ്ങനെ ഒരു ഇൻഫ്ര ഓൾറെഡി ഉണ്ട്. ഞാൻ ആക്ച്വലി ഈ സംശയം ചോദിച്ചത്, ഞാൻ ഈ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് ഡാറ്റാ സെന്ററിനെ കുറിച്ച് വായിച്ചപ്പോൾ അതിനെ കുറിച്ച് കൺഫ്യൂഷൻ ആയിപ്പോയി. എങ്ങനെയായിരിക്കും അതിന്റെ ഒരു സെറ്റപ്പ് എന്ന് ആലോചിച്ചപ്പോൾ ആ ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ചോദിച്ചതാണ് ലേണിംഗ് പർപ്പസിന് വേണ്ടി. ഇപ്പം ഓൺ പ്രിമൈസില് സെർവർ എല്ലാം VMware ഹൈപ്പർവൈസർ ഉപയോഗിച്ച് ആണ് ചെയ്തിരിക്കുന്നത്. അത് ഓക്കെയാണ് അവിടെ. പക്ഷെ ക്ലൗഡിന്റെ ബാക്ക് എൻഡ് ഇതാണ്. ക്ലൗഡിന്റെ ഏത് ക്ലൗഡിന്റെ ആണെങ്കിലും ക്ലൗഡിന്റെ ബാക്ക് എൻഡിൽ ഉള്ള നമ്മൾ പ്രൊവിഷൻ ചെയ്യുന്ന എല്ലാ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസും ഇതുപോലെ തന്നെ ഒരു ഹൈപ്പർവൈസർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഹൈപ്പർവൈസേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് പ്രൊവിഷൻ ചെയ്യുന്നത്. പക്ഷെ അവര് യൂസ് ചെയ്യുന്ന ഹൈപ്പർവൈസറിന്റെ കേർണൽ നമ്മൾക്ക് ബൈ മാർക്കറ്റിൽ, അല്ലെങ്കിൽ നമുക്കിപ്പം VMwareന്റെ എനിക്ക് അത്ര ഇതിൽ ഐഡിയ ഇല്ല. പക്ഷെ ഇപ്പോ AWS ഒക്കെ ആണെങ്കിൽ അവരുടെ KB ഒക്കെ വായിച്ചു കഴിയുമ്പോൾ ആദ്യ സമയത്ത് അവർ യൂസ് ചെയ്തിരുന്നത് ജെൻ കേർണൽ ആയിരുന്നു ഫസ്റ്റ് മാർക്കറ്റിൽ വരുമ്പോൾ. അതിനുശേഷം അവർ ആ കേർണൽ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്തു. അതുപോലെ അതിന്റെ പ്രോസസർ, അവർ യൂസ് ചെയ്യുന്ന പ്രോസസർ ഒക്കെ കസ്റ്റമൈസ്ഡ് ആണ്. നൈട്രോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു വേർഷൻ ഒക്കെയാണ് അവർ യൂസ് ചെയ്യുന്ന പ്രോസസറിന്റെ പേര്. അല്ലാതെ അവരുടെ അവര് AWSന്റെ KBയിൽ നോക്കിയാൽ കാണാം അവരെന്ത് ടൈപ്പ് ഹാർഡ്വെയർ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. പിന്നെ അവരുടെ ഈ യൂസ് ചെയ്യുന്ന ജെന്നിന്റെ കേർണലിനെ തന്നെ അവർ കസ്റ്റമൈസ് ചെയ്തിട്ട് അതിന് പെർഫോമൻസ് കുറച്ചും കൂടി എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഇംപ്രൂവ് ചെയ്യാവുന്ന രീതിയിൽ കസ്റ്റമൈസേഷൻ എല്ലാം ആഡ് ചെയ്തിട്ടാണ് ശരിക്കും നമ്മളൊരു സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് ഡാറ്റാ സെന്റർ നമ്മൾ പ്രൊവിഷൻ ചെയ്ത് ക്ലൗഡിൽ കൊടുക്കുന്നത്. അല്ലാതെ നമ്മളുടെ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ നമുക്കൊരു ലാബിലുള്ള ഒരു സെറ്റപ്പ് ആയിട്ട് നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവർ ഫാർ എബോ ഓൺ ടോപ്പ് ഓഫ് ദ മാർക്കറ്റ് എന്നിട്ട് അവർ ചിന്തിച്ചിട്ടാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പിന്നെ അവരുടെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പോ എന്താ പറയാ, അവരുടെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് തന്നെ ഡയറക്റ്റ് ഫൈബർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ C-മൈൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? C-മൈൻസ് ഡാറ്റാ സെന്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടേംസ് ഒക്കെ ഉണ്ട്. അതായത് ത്രൂ ഔട്ട് ഒരു വൺ റീജിയൻ ടു അനദർ റീജിയൻ ത്രൂ ഔട്ട് സ്ട്രെയിറ്റ് ഫൈബർ യൂസ് ചെയ്തിട്ടൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗൂഗിളിന്റെ C-മൈൻ ഡാറ്റാ സെന്റേഴ്സ് എന്നൊക്കെ പറയും. അതായത് മാനുവൽ ഇന്റർവെൻഷനും അതുപോലെ ഒരു ഗ്ലോബൽ റീജിയനിൽ നിന്ന് വേറൊരു ഗ്ലോബൽ റീജിയനിലേക്കുള്ള ലേറ്റൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവര് ക്യാബിനറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ എൻക്ലോസ്ഡ് ഡാറ്റാ സെന്റർ സെറ്റപ്പ് ചെയ്തിട്ട് അത് അണ്ടർ ദ സീ അവർ സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ആയിട്ടൊക്കെ അവരുടെ കേബിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സെറ്റപ്സ് എല്ലാം ഇതിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്റെ ഒരു സംശയം, താങ്കൾ ടെലികോം ഇൻഡസ്ട്രിയിലാണോ വർക്ക് ചെയ്യുന്നത്? അല്ലല്ല, ഞാൻ ആക്ച്വലി ഒരു സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യുന്ന, അതായത് TMT ബാർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയുടെ IT ഡിപ്പാർട്ട്മെന്റിലാണ്. പ്യുവർ IT കമ്പനി അല്ല, ഞാൻ അവിടെ IT സപ്പോർട്ട് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പം ഷ്യാമിന് ഈ SDN-ഉം SD-WAN-ഉം കേട്ട് കാണുമല്ലോ അല്ലേ? കേട്ടിട്ടില്ല. ഞാൻ ആക്ച്വലി ഇതിനെപ്പറ്റിയൊക്കെ വായിച്ച് തുടങ്ങിയുള്ളൂ. 1-2 മാസമേ ഉള്ളൂ ഞാൻ ഈ വിർച്വലൈസേഷൻ ഏരിയയെ കുറിച്ച് വായിക്കാനും മനസ്സിലാക്കാനും തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, ഒരു കാര്യം ഞാൻ സജസ്റ്റ് ചെയ്യാം. താങ്കൾ ഒന്ന് IBM-ന്റെ അല്ലെങ്കിൽ VMware-ന്റെയോ SD-WAN എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതൊന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, അതിൽ കുറച്ചും കൂടി ഇൻസൈറ്റ് കിട്ടും. കാരണം നമ്മൾ ഉദ്ദേശിച്ച ബേസിക് ആയ ഇതാണ്. പക്ഷെ താങ്കളുടെ ക്വസ്റ്റ്യൻ ഒരു നല്ല ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അത്
എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് ഇതൊന്ന് പറ്റിയെങ്കിൽ ഒന്ന് വായിച്ചു നോക്കൂ. ഇല്ലെങ്കിൽ എന്നിട്ട് വല്ല ഇതും ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ആയിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മളെ കൊണ്ടാവുന്ന ഓക്കെ തരത്തിൽ നമ്മൾ അതിന് ഇത് ചെയ്തു തരാം. കാരണം ഇത് മെയിൻ ആയിട്ട് ഈ ടെലികോം ഇൻഡസ്ട്രിയിലാണ് ഇത് ഈ പറയുന്ന ഈ SDN ഒക്കെ അധികമായിട്ട് യൂസ് ചെയ്യുന്നത് വന്നിട്ട് ഞാൻ കണ്ടേക്കുന്ന ടെലികോം ഇൻഡസ്ട്രിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ടെലികോം ഇൻഡസ്ട്രിയിലാണോ എന്ന്. ഓക്കെ ഓക്കെ. പിന്നെ ഇത് നമ്മള് സർട്ടിഫിക്കേഷൻ ലെവലിലേക്കൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഒരു ഏരിയാസിൽ നിന്നൊക്കെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കും? അതിപ്പം ആർക്കിടെക്ട് ലെവലിൽ നോക്കുമ്പോൾ എന്തും ചോദിക്കാം. അവർ സിനാരിയോസ് ആണ് തരുന്നത്. ഓക്കെ ഓക്കെ ആർക്കിടെക്ട് ലെവലിൽ ഇതാക്കുമ്പോൾ അവർ സിനാരിയോ തന്നിട്ട് അത് സോൾവ് ചെയ്യാനാണ്. അത് പല വെണ്ടറിനും പല തരത്തിലാണ്. ഇപ്പം VMwareന്റെ സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ അതിന് വേറൊരു ക്രൈറ്റീരിയ. അതാണ്. ഓക്കെ ഓക്കെ, താങ്കൾ ഓക്കെ ഏതായാലും ഓക്കെ. SD WAN ഒന്ന് നോക്കൂ കേട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ വായിച്ചോളൂ. ഒന്ന് SD WAN നെ പറ്റി ഒന്ന് നോക്കൂ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു ഷാംസ്. വേറെ ആരെങ്കിലും എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ മുകളിലേക്ക് വരാവുന്നതാണ്. ഹലോ, കേക്കാവോ? ഹലോ, കേൾക്കാം. ഓക്കെ. ഞാൻ ആക്ച്വലി മറ്റേ ഷ്യാം ചോദിച്ച ഏകദേശം അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് അതായത് നമ്മുടെ ഈ പബ്ലിക് ക്ലൗഡിൽ ശരിക്കും അവർ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്ക് അല്ലേ? അതിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാവോ? അതെങ്ങനെയാ അവിടുത്തെ നെറ്റ്വർക്കിംഗ്? അതായത് നമുക്ക് സ്വന്തമായിട്ട് VPC ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴേ അങ്ങനെ ആ നെറ്റ്വർക്ക് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ടോപ്പിക്ക് വന്നിട്ട് വെർച്വലൈസേഷൻ ഫോർ ബിഗിനേഴ്സ് ആണ്. ചാൾസ് എനിക്കതിനെപ്പറ്റി ഇപ്പോൾ ഒന്നും പറയാനില്ല. ഓക്കെ, പക്ഷെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് ഇന്നത്തെ ടോപ്പിക് വന്നിട്ട് വെർച്വലൈസേഷൻ ആണ്. ഓക്കെ നമുക്ക് കാരണം എന്താ അറിയോ, കുറെ ആൾക്കാർ നമ്മൾ ബിഗിനേഴ്സ് കാണുമായിരിക്കും. അപ്പൊ നമ്മൾ ഹൈ ലെവൽ അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്കും കൂടി അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കും. കാരണം നമുക്ക് ഈ ഡിസ്കഷൻ വേണമെങ്കിൽ ഓഫ് ദ ഇതിലെടുക്കാൻ പറ്റും. ടോപ്പിക്കിനെ ഒന്ന് നോക്കിയിട്ട്. ഓക്കെ, ശരി. നമുക്ക് അടുത്തൊരു സ്പീക്കർ വന്നിട്ടുണ്ട്, അജേഷ്. ഞാൻ ജസ്റ്റ് SDNന്റെ എല്ലാരും ചോദിച്ചുകൊണ്ട് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പം ഈ SDNന്റെ ആക്ച്വലി എല്ലാരും ചോദിക്കുകയാണെങ്കിൽ സിസ്കോ ACI അതിനെ കുറിച്ചൊന്ന് ജസ്റ്റ് വായിച്ചാൽ മതി. അതാണ് ഇപ്പം ഇൻഹൗസിൽ എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ കമ്പനികളിലൊക്കെ അതിലോട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സ്വിച്ചസും ആ ഒരു അത്രയും ഫിസിക്കൽ ലെയേഴ്സ് ഉണ്ടാവത്തില്ല. ശരിക്കും സ്വിച്ചസ് അതിനെല്ലാം കൂടെ മാറ്റിയിട്ട് സിസ്കോ ACI, നിങ്ങൾ ACI കുറിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിൽ ട്യൂട്ടോറിയൽ ഉണ്ട്, അതിന്റെ കോഴ്സ് തന്നെ ഉണ്ട്. അതാണ് ആക്ച്വലി ഇപ്പം നമ്മുടെ അവിടെ SDN കൺസെപ്റ്റിലോട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എല്ലാവരും SDN കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇൻഹൗസിൽ SDN ചെയ്യുന്നതാണ്. ഇപ്പം നമ്മുടെ ഓൺ കമ്പനീസിൽ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മൾട്ടിപ്പിൾ സ്വിച്ചസ്, മൾട്ടിപ്പിൾ നെറ്റ്വർക്ക്സ്, ഇഷ്ടംപോലെ സ്വിച്ചസും ഇതെല്ലാം ഉണ്ടാവുമല്ലോ നോർമൽ ഡാറ്റാ സെന്ററിൽ. അതെല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് അതെല്ലാം മാറ്റിയിട്ട് ഒന്നോ രണ്ടോ വലിയ ഈ നെക്സസ് സ്വിച്ചസ് കണക്ട് ചെയ്തിട്ട് ഇതെല്ലാം ഒറ്റ ഡിവൈസ് വഴി എല്ലാം കൺട്രോൾ ചെയ്യും. സോ കുറയ്ക്കുവാണ് ഈ ഫിസിക്കൽ ഹാർഡ്വെയർസ് കംപ്ലീറ്റ്ലി കുറച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അതിൽ സിസ്കോ ACI ആണ് ഇപ്പം ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് തന്നേ ഉള്ളൂ. ഓക്കെ താങ്ക് യു. ഓക്കെ അജേഷ്, താങ്ക് യു. അജേഷ് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അല്ലെ ഡെവോപ്സ് ഈ ഗ്രൂപ്പിൽ വരുന്നത്, ഐ മീൻ ഈ റൂമിൽ വരുന്നത്? ഞാൻ വരാറുണ്ട്, കേൾക്കാറുണ്ട്. ഓക്കെ, നെറ്റ്വർക്കിംഗ് ഡൊമൈനിലാണോ വർക്ക് ചെയ്യുന്നത്? അല്ലല്ല, ഞാൻ വെർച്വലൈസേഷൻ ആണ്.
yeah. വെൽക്കം ടു ദ ക്ലബ്. നമ്മളിപ്പോ ഞാൻ yeah, yeah. ആദ്യമായിട്ടാണ് സ്പീക്കേഴ്സ് പാനലിൽ അജേഷിനെ കാണുന്നത്. ഞാൻ ഇതുവരെ ഫസ്റ്റ് ടൈം ഇത് പറഞ്ഞുകൊണ്ട് ഇതിപ്പം എല്ലാരും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇതൊരു എനിക്ക് അറിയാവുന്ന ഒരു ഡാറ്റ കാരണം നമ്മളിപ്പം വെർച്വലൈസേഷൻ ലെയറിൽ നമ്മളിപ്പോ എല്ലാം ബാക്ക് ആൻഡ് ഈ പറഞ്ഞ ചാസീസ് എല്ലാം ഈ ഒരു സിനാരിയോയിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് SDN-ലോട്ട്. SDN-ന്റെ കൺസെപ്റ്റ് ഇതാണ്. സിസ്കോ ACI ആണ് അവർ പറയുന്നത്. സിസ്കോ ACIയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് SDN ആണ്, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്ക് ആണ്. സോ അതിനെക്കുറിച്ച് വായിച്ചാൽ മതിയാവും. ഇപ്പൊ ഒരു ക്ലാരിറ്റി കിട്ടും എങ്ങനെയാണ് നമ്മൾ നോർമൽ നെറ്റ്വർക്കിൽ നിന്ന് SDN-ലോട്ട് വരുന്നത്. ഞാൻ നെറ്റ്വർക്കിംഗ് പേഴ്സൺ അല്ല, ബട്ട് നമ്മൾ ഇവരെ കൂടെ വർക്ക് ചെയ്യേണ്ടി വരും. ആക്സെഞ്ചറാണ് നമുക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മൾ അവരുമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ ഈ അജേഷ്. സിസ്കോ ACI അല്ലാതെ ജൂനിപ്പറിന്റെ ഒക്കെ വല്ലതും ഉണ്ടോ SDN-ല്? അറിയില്ല കേട്ടോ, ഞാൻ അതിനെ ഓക്കെ ഓക്കെ. ഓക്കെ അജേഷ്, എനിവേ താങ്ക് യു. അപ്പോൾ തുടർന്ന് വരിക, ക്ലബിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ പ്രതീക്ഷിക്കുന്നു. ഇതിപ്പോൾ നമ്മളൊരു ഇപ്പോൾ വരുന്നവരിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്പീക്കേഴ്സ് പാനലിലുള്ളവർ മാത്രമേ സംസാരിക്കാവൂ അങ്ങനെയുള്ളൊരു യാതൊരുവിധ ഫോർമാലിറ്റീസ് നമ്മുടെ ക്ലബിലില്ല. ഇത് അറിവ് ഷെയർ ചെയ്യുക എന്നൊരൊറ്റ മോട്ടോ മാത്രമേ ഉള്ളൂ. അപ്പം ഇപ്പം നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് സംസാരിക്കുന്ന നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നവരുടെ വർക്ക് നോളജ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഞാനല്ല കൂടുതൽ ആരും ആയിക്കോട്ടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തരാനായിട്ടോ ഉള്ള നോളജ് ഉള്ള ആർക്ക് വേണമെങ്കിലും ഒന്ന് സംസാരിക്കാം. അപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളവർ അല്ലെങ്കിൽ സജഷൻസ് പറയാനാണെങ്കിൽ കൂടിയും എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. താങ്ക് യു അജേഷ്. എനിവേ ഇനി ആരെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടേ. സിജു സിജു ആണ്. അജീഷ് ചേട്ടാ താങ്ക്സ്. എൻ്റെ കൊളീഗാണ്. അപ്പം പുള്ളി ക്ലബ്ബ് ഫോളോ ചെയ്യാറുണ്ട്, ഒത്തിരി സെഷൻസിലൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് പുള്ളി മുന്നോട്ട് വന്നൊരു ആഡ് ഓൺ തരുന്നത്. അപ്പം താങ്ക് യു. അപ്പോൾ ആ ഒരു ഫീൽഡിലൊക്കെ കറക്റ്റായിട്ട് ഒരു ഓതറിറ്റേറ്റീവായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു നോളേജും എക്സ്പീരിയൻസും അജീഷ് ചേട്ടനുണ്ട്. പുള്ളി ചെയ്യുന്ന പ്രോജക്ട്സ് ഒക്കെ അതുപോലത്തെ പ്രോജക്ട്സ് ആണ്. ജസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ, പുള്ളി പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഓതന്റിസിറ്റി പറയാൻ വേണ്ടിയിട്ട്. താങ്ക് യു. താങ്ക് യു സിജു. ഇനി ആരെങ്കിലും താഴെ ലിസണേഴ്സിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും നോളജ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് മുകളിലേക്ക് വരാം. ഹലോ, ചോദിക്കും. ഓഡിബിൾ? യെസ്. ഓക്കെ. നിങ്ങൾ ആദ്യം തന്നെ ഡെവോപ്സ് മലയാളത്തിന് ഒരു അപ്രിസിയേഷൻ നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഉണ്ട്, മുമ്പ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പേര് തുഫയിൽ നിന്നാണ്. ഓക്കെ. അപ്പം ഇന്ന് നിങ്ങളെ ടോപ്പിക്കിൽ വെർച്വലൈസേഷൻ ഫോർ ബിഗിനേഴ്സ് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ സ്റ്റാർട്ടപ്പ് പോലത്തെ ഈ ചെറുകിട സംരംഭകർക്ക് ഈ വിർച്വലൈസേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ AWSലോ അല്ലെ ഇതിലൊക്കെ ഉള്ള VM-ൽ ഈ വിർച്വലൈസേഷൻ കൊണ്ടുള്ള കാര്യം അല്ലെങ്കിൽ പ്രസക്തി ഒന്ന് പറയാമോ? രാജേഷ് സാർ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ? സിജോ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആഡ് ചെയ്യാം. ഇപ്പം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ആദ്യം ഒരു താങ്ക്സ് പറയാണ്. കാരണം ഇത് വിർച്വലൈസേഷന് ഉപരിയായിട്ട് ഇപ്പം സ്റ്റാർട്ടപ്സിൽ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ക്ലൗഡാണ്. അപ്പോൾ ഇത് നമ്മുടെ ടോപ്പിക്കിന്റെ പരിധിയിൽ അല്ലെങ്കിൽ കൂടെയും ഞാൻ 1-2 പോയിന്റ്സ് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പം അവർക്ക് ഈ വിർച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം സിബിനൊക്കെ മുമ്പേ പറഞ്ഞ പോലെ ഡാറ്റാ സെന്ററിലെ കൂളിങ്ങും അതിന്റെ കണക്ടിവിറ്റി, അതിൽ വേണ്ട ഡിവൈസസ്, ഈ വിർച്വലൈസേഷൻ സെർവേഴ്സിനെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിലുള്ള സോഫ്റ്റ്വെയർ ലൈസൻസ് വരും, ഇതിനെല്ലാം ഇന്റർ കണക്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് എപ്പോഴും ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ആ ബിസിനസ് വിജയിക്കോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അപ്പോൾ എല്ലാവരും
കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഹലോ, എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. സിജോ, ആ ഇൻഫ്രയ്ക്ക് നമ്മൾ ഒരു ക്യാപിറ്റൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരേണ്ടി വരും. സിജോ ഒന്ന് ബ്രേക്ക് ആയിരുന്നു സംസാരിച്ചത്. ആ ഞാൻ പറഞ്ഞത് സമ്മറി ആയിട്ട് പറയാം. ഇപ്പം ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ അവര് വിർച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി അവരുടെ ടെക്നോളജി സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ അവർക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യം വേണ്ടി വരും. ഈ സെർവേഴ്സ് വാങ്ങാനും അതുപോലെ തന്നെ ഈ സെർവേഴ്സിന്റെ ലൈസൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും അതിന്റെ സ്റ്റോറേജും അതിന്റെ നെറ്റ്വർക്കും ഇന്റർ കണക്ടിവിറ്റിയും ഇതിന്റെ എല്ലാം ലൈസൻസ് കോസ്റ്റ്, മെയിൻ്റെനൻസ്, അതുപോലെ ഡാറ്റാ സെന്റേഴ്സ്. അപ്പൊ ഇതൊക്കെ വരുമ്പം അവർക്കൊരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു ബിസിനസ് ഐ ടിയുടെ ഹെൽപ്പോട് കൂടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മൾ സ്റ്റാർട്ടപ്സ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ക്ലൗഡാണ്. അതിലെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഡേ 1 തൊട്ട് പ്രത്യേക ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ നമ്മൾ എന്ത് സർവീസ് യൂസ് ചെയ്യുന്നോ അതിന് മാത്രം പേ ചെയ്താൽ മതി. അപ്പൊ സ്റ്റാർട്ടപ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ക്ലൗഡാണ് എപ്പോഴും. പിന്നെ ചില സ്ഥലങ്ങളിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ഡാറ്റ സെക്യൂരിറ്റിയും അതുപോലുള്ള റിലേറ്റഡ് കൺസേൺസ്, ലോസ് ആൻഡ് റെഗുലേറ്ററി, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഡിഫൻസ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ലീഗൽ ഡോക്യുമെന്റ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ഫേംസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഫേംസ് ആണെങ്കിൽ അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും ക്ലൗഡ് യൂസ് ചെയ്യുന്നതിൽ. അപ്പം അങ്ങനെയുള്ളവരാണ് കൂടുതലും. ഹലോ സിജോ, ഹലോ സിജോ, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ബ്രേക്ക് ആയിരുന്നു, അതാ ചോദിച്ചു. ഞാൻ പറഞ്ഞത് കേട്ടിരുന്നോ എന്നറിയില്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഓക്കെ. മറ്റേ ഡോക്യുമെന്റ്, അതായത് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് കമ്പനീസ് ആണത് യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു പോയിന്റ് വരെ കേട്ടിരുന്നു. അതെ, ആ കമ്പനീസിന് അങ്ങനെയുള്ള അല്ലെങ്കിൽ അങ്ങനെ കോൺട്രാക്ട്സിലുള്ള കമ്പനീസ് ആണ് സ്റ്റാർട്ടപ്പ് ആയിട്ട് വരുന്നതെങ്കിൽ അവർക്ക് ഒരുപക്ഷെ ഈ വിർച്വലൈസേഷനിലോട്ട് പോകേണ്ടി വരും. ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഇതുപോലെ ഒരു ടെക്നോളജി സ്റ്റാക്ക് അവരുടെ ഓൺ പ്രമിസസിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് റൺ ചെയ്യിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം ഇപ്പോൾ നമ്മൾ കാണുന്ന 90% കമ്പനീസും ഈ പറഞ്ഞ ക്ലൗഡ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് അവിടുത്തെ പേയ്മെന്റ് ടൈംസും അതുപോലെ തന്നെ അവിടുത്തെ ഓപ്പറേഷണൽ കോസ്റ്റും ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ് ഈ സ്റ്റാർട്ടപ്സിനെ സംബന്ധിച്ചിടത്തോളം. താങ്ക് യു സിജോ. തുഫൈൽ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ വിർച്വലൈസേഷനെ കുറിച്ച് അധികം എനിക്ക് അറിയില്ല. അപ്പം വേറെ ഒരു കാര്യം ചോദിക്കുന്നത്, ഞാൻ ക്ലൗഡും വിർച്വലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് സ്പെസിഫൈ ചെയ്യാമോ? ഷുവർ. ക്ലൗഡ് എന്ന് പറയുന്നത് ഒരു വിർച്വൽ ഡാറ്റാ സെന്റർ ആണ്. അത് ആ ഡാറ്റാ സെന്റർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് ക്ലൗഡ് വെണ്ടർ ഇതുപോലെ പല പല ലൊക്കേഷൻസിലായിട്ട് അവർ ഈ ഡാറ്റാ സെന്റേഴ്സ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഡാറ്റാ സെന്റേഴ്സിലോട്ട് നമുക്കൊരു സെൽഫ് സർവീസ് പോർട്ടൽ തന്നേക്കുവാണ്. അപ്പോൾ അവിടെ എല്ലാം സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് ആണ്. ഫിസിക്കൽ ഹാർഡ്വെയർസ് ഒന്നും തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കിപ്പോൾ ഒരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്യണം, ഒരു ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ജിമെയിലിൽ പോയിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യും, ഒരു ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്കൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. ബേസിക് ആയിട്ട് ഹലോ സിജോ, ചെയ്യാനും അതിൽ റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും. റിസോഴ്സ് മീൻസ് ഈ വിർച്വൽ മെഷീൻസും ഇപ്പം നേരത്തെ പറഞ്ഞ പോലത്തുള്ള സ്റ്റോറേജസ് ഒക്കെ നമുക്ക് ഈ ക്ലൗഡ് ഡാറ്റാ സെന്റേഴ്സിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതിന് നമുക്ക് പ്രത്യേക ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. ഇതുപോലെ ഒരു സെൽഫ് സർവീസ് പോർട്ടലാണത്. അതിൽ പോയിട്ട് നമ്മളൊരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ക്രെഡിറ്റ് കാർഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേ ആസ് യു ഗോ എന്ന് പറയുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ, അപ്പോൾ ഡിഫോൾട്ട് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ ആണ്.
അത് പർച്ചേസ് ചെയ്താൽ അതിൽ നമുക്ക് പോയിട്ട് ലോഗിൻ ചെയ്താൽ നമുക്ക് വിർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കമ്പ്യൂട്ട് അല്ലെങ്കിൽ സ്റ്റോറേജ് പോലുള്ള റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വിർച്വലൈസേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക് എൻഡിൽ അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ്. നമുക്കതൊരു സെൽഫ് സർവീസ് പോർട്ടലായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് എൻഡിലുള്ള ഒത്തിരി സ്റ്റാക്കുകളുണ്ട്. ഈ വിർച്വലൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസും ഹാർഡ്വെയർസും ഒക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഇത് നമ്മൾ ഓൺ പ്രമിസസിലാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്യണം. ഇതിനൊക്കെ സെപ്പറേറ്റ് എഞ്ചിനീയേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഓപ്പറേഷണൽ റിസോഴ്സസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. വേറെ ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ വളരെ ലഘൂകരിച്ച് പറയാം. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വെർച്വലൈസേഷൻ ഇല്ലാതെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സാധ്യമല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, വെർച്വലൈസേഷൻ സംഭവിക്കണമെങ്കിൽ നമുക്കൊരു ഹൈപ്പർവൈസർ വേണം. ഓക്കെ, ഒരു സാധാ ഒരു ഓഫീസ് ചിന്തിക്കുക. പണ്ടത്തെ കാലത്ത് നമുക്ക് സ്വന്തമായിട്ട് ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. ആ കമ്പ്യൂട്ടറിൽ നമുക്ക് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ നമ്മൾ റൺ ചെയ്തു. പക്ഷേ നമ്മളന്ന് ഉപയോഗിച്ചപ്പം ആ ആപ്ലിക്കേഷന് നമ്മളുടെ സെർവറിൽ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച മെഷീനിലുള്ള ഫുൾ കപ്പാസിറ്റി യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ രാജേഷ് സാർ ഒന്ന് ഡ്രോപ്പ് ആയിരുന്നു. കേക്കാവോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കാലത്ത് വെച്ചാൽ നമ്മുടെ കയ്യിൽ മെഷീൻ ഉണ്ടായിരുന്നു, നമ്മൾ അതിലൊരു ആപ്ലിക്കേഷൻ റൺ ചെയ്തു. പക്ഷെ എൻ്റെ മെഷീനിന് നല്ല കോൺഫിഗറേഷൻ ആണെങ്കിൽ ആ ആപ്ലിക്കേഷൻ ആ മെഷീന്റെ ഫുൾ പവർ യൂട്ടിലൈസ് ചെയ്തില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ റിസോഴ്സസ് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനത്തെ സമയത്താണ് ഈ വെർച്വലൈസേഷൻ കോൺസെപ്റ്റ്, ശരിക്കും പറഞ്ഞാൽ വെർച്വലൈസേഷൻ കോൺസെപ്റ്റ് 1960s വന്നതാണ്. IBM ആണ് അത് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് മാക്സിമം യൂട്ടിലൈസേഷൻ ഈ ഹാർഡ്വെയറിനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ നടത്തിക്കൂടാ. അങ്ങനെയാണ് അവര് എന്ത് ചെയ്തു, ഒരേ മെഷീനെ തന്നെ വെർച്വലായിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ഹലോ നെറ്റ്വർക്കിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു എനിക്കും. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഡ്രോപ്പ് ആവുന്നുണ്ട്. ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരേ മെഷീൻ ഉപയോഗിച്ചിട്ട് ഞാൻ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യാൻ തുടങ്ങി. ഒരേ മെഷീനിൽ ഒരേ സമയത്ത് പല ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യാൻ തുടങ്ങി. കൂടാതെ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പല ആപ്ലിക്കേഷനും എനിക്ക് റൺ ചെയ്യാൻ സാധിച്ചു. പക്ഷെ അപ്പോഴും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് ഈ ഹാർഡ്വെയർ ഒക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെയാണ് ഈ ക്ലൗഡിലോട്ട് വന്നത്. ഈ ക്ലൗഡിലോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമുക്കൊന്നും വാങ്ങിക്കേണ്ട. രണ്ട് തരത്തിലുണ്ട്, പ്രൈവറ്റ് ക്ലൗഡും ഉണ്ട്, പബ്ലിക് ക്ലൗഡും ഉണ്ട്. ഞാനൊരു പബ്ലിക് ക്ലൗഡിന്റെ കാര്യമാണ് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് എടുക്കുന്നത്. അപ്പം ആരോ നമുക്ക് വേണ്ടി ഇതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അവർ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരത് വെർച്വലൈസ് ചെയ്തേക്കുക. അവരവരുടെ ഹാർഡ്വെയർ മുഴുവനും വെർച്വലൈസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് അവരുടെ നിന്ന് ഡിമാൻഡ് ചെയ്ത് നമുക്ക് എന്ത് വേണമോ അത് മാത്രം നമുക്ക് കിട്ടും. ഇങ്ങനെ എനിക്കൊരു നട്ട്ഷെല്ലിൽ പറയാൻ പറ്റത്തുള്ളൂ. താങ്ക് യു സർ. തുഫൈൽ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും. ഓക്കെ, അടുത്ത സ്പീക്കറിലേക്ക് പോവാം. ബിനു. തുടക്കത്തിൽ ബ്ലേഡ് സെർവറിനെ പറ്റി പറഞ്ഞല്ലോ, അതൊന്ന് ഇലാബറേറ്റ് ചെയ്യാവോ? എന്താണത്, എങ്ങനെയാണ് ഹൈപ്പർവൈസർ എങ്ങനെയാണ് VM അതിൽ വെർച്വലൈസേഷൻ അത് കോൺഫിഗർ ചെയ്യുന്നതെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? ഞാനതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ബ്ലേഡ് സെർവർ എന്ന് പറയുന്നത്
അതൊരു സെർവറിന്റെ ആ ഒരു സൈസിനെ ബേസ് ചെയ്തിട്ട് പറയുന്നല്ലേ, ഹാർഡ്വെയറിന്റെ യൂസ് സൈസിനെ ബേസ് ചെയ്തിട്ട് പറയുന്നേ ഉള്ളൂ. അല്ലാതെ അതിൽ സ്പെസിഫിക് എങ്ങനെയാണ് അത് വെർച്വലൈസേഷൻ എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു എക്സാമ്പിൾ ഇതിൽ വെച്ചിട്ട് പറഞ്ഞതാണ്. പല ടൈപ്പ് സെർവേഴ്സ് നമ്മൾ ഹാർഡ്വെയർ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഇതിൽ പറഞ്ഞുള്ളൂ. വിനോദ് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അല്ല, അത് ആദ്യം പറഞ്ഞല്ലോ, എമുലേറ്ററും സിമുലേറ്ററും പറഞ്ഞില്ലേ. അപ്പം എമുലേറ്റർ എന്ന് പറഞ്ഞാൽ പ്രോസസ് അഫിനിറ്റി ഉള്ളതിനല്ലേ എമുലേറ്റർ എന്ന് പറയുന്നത്. ഡയറക്റ്റ് സിമുലേറ്റർ വരുമ്പം ഒരു സോഫ്റ്റ്വെയർ ഒരു കേർണൽ ഉണ്ടാവും അല്ലേ. അതെ. അപ്പം നമ്മളിപ്പം ഡയറക്റ്റ് നമുക്ക് എമുലേറ്റർ വഴി ചെയ്യണമെന്നുണ്ടെങ്കിൽ കേർണൽ വഴി അല്ലാതെ ഡയറക്റ്റ് പ്രോസസ്സ് വെച്ചത് എങ്ങനെയാണ് അത് ആ വെർച്വലൈസേഷനോടെ പോസിബിൾ ആവുന്നത്? അത്രയും ഇൻഡെപ്ത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞാൽ മതിയോ, അല്ലെങ്കിൽ രാജേഷ് സാർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യോ? ഏത് വെണ്ടറിന്റെ ബ്ലേഡ് സെർവറാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ബ്ലേഡ് സെർവർ അല്ല, ഈ പ്രോസസ് അഫിനിറ്റി ഉണ്ടല്ലോ, ഡയറക്റ്റ് ഒരു കേണൽ ഇല്ലാതെ ഡയറക്റ്റ് ഇവിടെ പറഞ്ഞല്ലോ പ്രോസസർ വി അല്ലെങ്കിൽ AMD വി അല്ലെങ്കിൽ ഇന്റൽ VTX. ഓക്കെ, അവിടെ എങ്ങനെയാണ് ഡയറക്റ്റ് വെർച്വലൈസേഷൻ പോസിബിൾ ആവുന്നത് വിത്തൗട്ട് കേർണൽ? അതാണ് ക്വസ്റ്റ്യൻ. അതൊരു ഡെവലപ്മെന്റിനോട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോയിന്റിൽ അത് എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. അത് എങ്ങനെയാണെന്ന് ഈവൻ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ഓക്കെ, നോ പ്രോബ്ലം. യൂഷ്വലി വെർച്വലൈസേഷൻ എനേബിൾ ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഇതിന്റെ ബയോസിൽ അറിയാൻ പറ്റുമല്ലോ, ഏത് ഹാർഡ്വെയറിന്റെ ആണെങ്കിലും. Am I right? അല്ല, അദ്ദേഹത്തിന്റെ ചോദ്യം അതല്ല. അദ്ദേഹം ചോദിക്കുന്നത് അതായത് നമ്മൾ ഹാർഡ്വെയർ അസിസ്റ്റഡ് വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞല്ലോ, 2 ടൈപ്പ് പ്രോസസർ ഉണ്ടെന്ന് ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അദ്ദേഹം ചോദിക്കുന്നു, മേ ബി ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അദ്ദേഹം ചോദിച്ചത് ആ ഒരു കേർണലിന്റെ ഹെൽപ്പ് ഇല്ലാതെ എങ്ങനെയാണ് ഈ അല്ലെങ്കിൽ ഈ 2 ടൈപ്പ് പ്രോസസ്സേഴ്സ് വെർച്വലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയല്ലേ പിന്നെ? അതെ, കറക്റ്റ്. മേ ബി ഞാൻ കൺവേ ചെയ്ത ഇൻഫർമേഷനിലെ പ്രോബ്ലം ആയിരിക്കാം. ഞാൻ ഒന്ന് നോക്കിയിട്ട് ഗെറ്റ് ബാക്ക് ചെയ്യാം പിന്നെ. ഓക്കെ, ഷുവർ, നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു ബിനു. ഒരാൾ കൂടി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, വിപിൻ. ഹലോ. വിപിൻ ആണോ സംസാരിക്കുന്നത്? കേൾക്കാം. ഹലോ, എൻ്റെ പേര് വിപിൻ എന്നാണ്. ഹലോ, കേൾക്കാവോ? കേൾക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ദ ഗ്രൂപ്പ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ കയറുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു നെറ്റ്വർക്കിംഗ് ഏരിയയിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നെറ്റ്വർക്കിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. സോ അതെൻ്റെ ഡൗട്ടായിട്ട് കണക്കാക്കിയാൽ മതി. ഞാൻ എക്സ്പീരിയൻസ്ഡ് അല്ല ഈ വെർച്വലൈസേഷനിൽ. സോ നെറ്റ്വർക്കിംഗ് ഏരിയയിൽ എങ്ങനെയാണ് വെർച്വലൈസേഷൻ്റെ പാർട്സും അതിനെന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഒന്ന് സജസ്റ്റ് ചെയ്യാവോ? അപ്പോൾ നെറ്റ്വർക്കിംഗ് ആണ്, അതിന് വേറെ സെപ്പറേറ്റ് അങ്ങനെ എന്തോ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള നെറ്റ്വർക്കിങ്ങും മറ്റേ ഇതിൽ വെർച്വലൈസേഷനിൽ വരുമ്പോഴുള്ള നെറ്റ്വർക്കിങ്ങും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു സംശയം എന്നുള്ള നിലയിൽ. ഒരുപക്ഷെ രാജേഷ് സാർ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹത്തിന് എന്താ ഏത് രീതിയിൽ അദ്ദേഹം ലേണിംഗ് പ്ലാൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. ഹലോ, രാജേഷ് സാർ കേൾക്കാമോ? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് നെറ്റ്വർക്കിൽ. അപ്പോൾ വിപിൻ ചോദിച്ചത് എനിക്ക് കൃത്യമായിട്ട് ഞാനത് മനസ്സിലാക്കിയത് ശരിയാണെന്ന് അറിയില്ല. സിനോബ് ആദ്യം കവർ ചെയ്ത ടോപ്പിക് ആയിരുന്നോ സിനോബ്? അതായത് പലതരത്തിലുള്ള നെറ്റ്വർക്കിംഗ്, അതായത് ആദ്യത്തെ ചോദ്യം ലേണിംഗ് റിലേറ്റഡ് ആണ്. രണ്ടാമത് വന്നത് അതായത് നെറ്റ്വർക്കിങ്ങിനുള്ള വ്യത്യാസം, ബെയർ മെറ്റൽ സെർവറിലും വെർച്വലൈസേഷനിലും വരുന്ന
അത്തരമൊരു ആ ചോദ്യമാണോ? അത് തന്നെയായിരുന്നു ചോദ്യം, അത് തന്നെയായിരുന്നു. ആ അത് അപ്പോൾ എനിക്കറിയത്തില്ല, അങ്ങനെ ഉണ്ടോ, അങ്ങനെ കേട്ടിട്ടുണ്ട് എവിടെയൊക്കെയോ അങ്ങനെ ഡിഫറെൻ്റ് ആണ് നമ്മുടെ കമ്പയറിങ് ടു നെറ്റ്വർക്കിംഗ് വെർച്വലൈസേഷനിൽ വരുമ്പോൾ എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സോ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചെന്ന് മാത്രം. തീർച്ചയായിട്ടും അത് ആദ്യം കവർ ചെയ്തിരുന്നു. സിനോബ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? അതായത് നമുക്ക് നമ്മുടെ വെർച്വലൈസേഷനിൽ 3 രീതിയിലാണ് നമ്മൾ നെറ്റ്വർക്കിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഒന്ന് ഹോസ്റ്റ് ടു ഹോസ്റ്റ് മാത്രം, അത് നമ്മുടെ ഗസ്റ്റ് ഓയിസുകളും തമ്മിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺഫിഗർ ചെയ്യും. പിന്നുള്ളതാണ് ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ഹോസ്റ്റ് അതിൻ്റെ ഈതർനെറ്റിലേക്കായിരിക്കും നമ്മുടെ ഇതിനെ ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ടാവും. അവിടെ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇതർനെറ്റ് വഴിയായിരിക്കും ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പിന്നെ ഒന്ന് നാറ്റിങ്. നാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറത്തൊരു അഡ്രസ്സ് ഉണ്ടാവും, അകത്ത് ഇന്റേണലി ഒരു IP അഡ്രസ്സ് ഉണ്ടാവും. എവിടെയൊക്കെ വെച്ച് പാക്കറ്റ് വന്നു കഴിഞ്ഞിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്താണ് അതിൻ്റെ IP അഡ്രസ് ഹെഡറിൽ ചേഞ്ചസ് വരുത്തിയിട്ട് അതായത് IP ഹെഡറിൽ ചേഞ്ച് വരുത്തി ഇന്റേണലി വരുന്ന കമ്മ്യൂണിക്കേഷനിൽ പ്രൈവറ്റ് IP അഡ്രസ്സും പുറത്തേക്ക് പോകുന്നതിൽ പബ്ലിക് IP അഡ്രസ്സും വരും. ഇങ്ങനെയാണ് 3 രീതിയിൽ നെറ്റ്വർക്കിംഗ് നമ്മൾ സാധാരണ രീതിയിൽ വെർച്വൽ എൻവയറമെന്റിൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് VLANs ഉപയോഗിക്കാം. ഡയറക്റ്റ് അവിടെയും എന്താണെന്ന് വെച്ചാൽ അതൊരു ബ്രിഡ്ജ് മെത്തേഡ് തന്നെയാണ്. അവിടെ ഒരു ഈതർനെറ്റ് കണക്ഷൻ നമ്മൾ എക്സ്റ്റേണലി ഉണ്ടെങ്കിൽ മാത്രമല്ല നടക്കുന്നുള്ളൂ. VLANs ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡയറക്ട്ലി ഏതാണോ ഒരു നെറ്റ്വർക്ക് റേഞ്ച്, ആ നെറ്റ്വർക്ക് റേഞ്ചിലുള്ള IP അഡ്രസ്സ് നമുക്ക് ആ VM-നകത്ത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഓൾറെഡി VPN വർക്ക് ചെയ്യുന്നതാണ്. ഈ നെറ്റ്വർക്കിംഗ്, ഈ ടൈപ്പ് നെറ്റ്വർക്കിംഗിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ VLANs ഒക്കെ വെച്ചിട്ട്? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നെറ്റ്വർക്ക് എഞ്ചിനീയറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. ലൈക്ക് ഫയർവാളും സിസ്കോ, ജുനിപ്പർ അങ്ങനെയുള്ള ഏരിയയിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് വെർച്വലൈസേഷനെ പറ്റി ഒരു ടോപ്പിക് കിട്ടിയപ്പോൾ ഞാൻ അത് റിലേറ്റഡ് ആയി ചോദിച്ചെന്ന് മാത്രം. അപ്പൊ അല്ല, വിർച്വലൈസേഷനിൽ VLAN യൂസ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അതായത് VLANs ഉപയോഗിച്ച് നമുക്ക് അവിടെയും ബ്രിഡ്ജ് തന്നെയാണ്, കൺസെപ്റ്റ് ബ്രിഡ്ജ് തന്നെയാണ്. നമുക്കുള്ള ഈതർനെറ്റ് കണക്ഷനിൽ നിന്ന് VLAN വഴിയുള്ള കണക്ഷനാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്റേണൽ നെറ്റ്വർക്ക് VLAN റേഞ്ചിലായിരിക്കും വരുന്നത്. അതിപ്പം പ്രൈവറ്റ് ആകാം, പബ്ലിക് ആകാം, ഇതെങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഫ്രം ദ എക്സ്പീരിയൻസ് അത്രയൊക്കെ എനിക്ക് അറിയുള്ളൂ. ഇതൊരു അഡ്വാൻസ് ടോപ്പിക്കാണ് ആക്ച്വലി. വെർച്വലൈസേഷനിൽ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിപ്പോൾ ക്ലൗഡിലാണെങ്കിലും നെറ്റ്വർക്കിങ്ങിനോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോകുന്ന പോലെ തന്നെ വെർച്വലൈസേഷനിൽ നെറ്റ്വർക്കിങ്ങിന്റെ ബേസിക് കൺസെപ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനകത്ത് ഒരുപാട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ VLAN ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് 3 രീതിയാണ്. ക്ലിയർ ആയല്ലോ അല്ലേ? ബിനിച്ചേട്ടൻ അതിൽ ആഡ് ചെയ്യാനായിട്ടാണോ? അല്ല, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആയിട്ടൊന്ന് പറയും. നമ്മൾ ഒറാക്കിൾ വെർച്വൽ ബോക്സ് നമ്മൾ യൂസ് ചെയ്യുന്നതും ഈ പബ്ലിക് ക്ലൗഡിൽ അതായത് VM യൂസ് ചെയ്യുന്നതും അതും ഇതും സെയിം ആണോ അതോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ആരെങ്കിലും പറയുന്നുണ്ടോ? നമുക്ക് ബേസിൽ ചാർട്ട്സ് ഒക്കെ ഉണ്ട്. ഒറാക്കിൾ വെർച്വൽ ബോക്സിൽ എനിക്ക് തോന്നുന്നു OS വെർച്വലൈസേഷനും ഇപ്പോൾ AWSലേക്ക് വരുമ്പോൾ NHVM ആയിരുന്നു, ഇപ്പോൾ അവർ KVM ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിരുന്നുണ്ട് തുടക്കത്തിൽ, അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ബേസിൽ പറയാൻ വരുന്നുണ്ടായിരുന്നു. ഓക്കെ. ബേസിൽ പറയുന്ന ആർക്കെങ്കിലും കേൾക്കാമോ? അത് എൻ്റെ ഉള്ള പ്രശ്നമാണോ? ബ്രേക്ക് ആവുന്നുണ്ട് ബേസിൽ. ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല. എന്തോ പറയാൻ ശ്രമിച്ചത് മാത്രം മനസ്സിലായി. മേ ബി ചാൾസ് ഇവിടെ ഉണ്ടോ? ചാൾസും ഇല്ലാന്ന് തോന്നുന്നു. ബേസിലിന് എന്തോ കണക്ഷൻ ഇഷ്യൂ ഉണ്ട്. സിബിൻ പറയുന്നുണ്ടോ ഇത് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും, എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ളത്?
ഇല്ല, അത് വിർച്വൽ ബോക്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു നോർമൽ ഇരിക്കുന്ന ഒരു PC-യിൽ നമ്മൾ ചെയ്യുന്ന വിർച്വലൈസേഷൻ. അതിന് ജസ്റ്റ് അതിനൊരു കപ്പാസിറ്റി ലിമിറ്റേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊരു പെർഫോമൻസ് ഓറിയൻ അല്ലെങ്കിൽ ഒരു ഹൈ എൻഡ് കമ്പ്യൂട്ടിംഗ് ഓറിയന്റഡ് വിർച്വലൈസേഷൻ ഒന്നും അല്ല ഒരിക്കലും അത്. പിന്നെ ഒരു മിനിറ്റ് ഞാൻ ആഡ് ചെയ്യാം. അത് ഒരു എന്റർപ്രൈസ് ലെവൽ വെർച്വലൈസേഷൻ അല്ല. നമുക്കത് ഈ പറയുന്ന പോലെ ഒരു വാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒത്തിരി പേർക്കൊക്കെ ഒത്തിരി കണക്ഷൻ ഒത്തിരി VMs ഒക്കെ സ്പോണപ്പ് ചെയ്യേണ്ട കേസിലൊന്നും പറയുന്ന പോലെ ഒറാക്കിൾ വെർച്വൽ ബോക്സ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഒരു എക്സ്പെരിമെന്റൽ പർപ്പസിൽ നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഒരു PC ഉണ്ട്, 16 GB RAM ഉണ്ട്, നമുക്കൊരു 5 VM ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലാതെ ഈ പറയുന്ന പോലെ ഒരു എന്റർപ്രൈസ് ലെവലിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് അവിടെയാണ് അതിന്റെ വ്യത്യാസം. എന്റർപ്രൈസ് എഡിഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഈ പറയുന്ന പോലെ നമ്മുടെ കേണൽ പോലും കൂടുതൽ ട്യൂൺഡ് ആയിരിക്കും. നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു കേണൽ ആയിരിക്കില്ല ഈ പറയുന്ന ഇതിൽ ഉപയോഗിക്കുന്നത്, ഹാർഡ്വെയർ അസിസ്റ്റഡ് ആയിട്ടുള്ള ഇതിലൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, താങ്ക് യു സുനു. ബേസിൽ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഹലോ ബേസിൽ, കേൾക്കാമോ? ഇന്ന് കാര്യമായിട്ടുള്ള നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടല്ലോ എല്ലാവർക്കും. എന്താണ് ഓക്കെ, മറ്റാർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഞാൻ ഓഡിയബിൾ ആണോ? അതെ ജിജു. ഓക്കെ, കാരണം ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ബേസിലാണെങ്കിലും അൺമ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. നമുക്ക് വിർച്വലൈസേഷന്റെ ഈ ആർക്കിടെക്ചർ ലെവലിലും അതിന്റെ തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും ബുക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ലാബറേറ്റീവ് ആയിട്ടുള്ള യൂട്യൂബ് അങ്ങനെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുതരാം. അതിന് മെയിനായിട്ട് ഷംസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രാജേഷ് സാറിനാണ്. ബാക്ക് ചാനലിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാമോ ഷംസ് സാർ? ഇപ്പോൾ എന്ത് ബിസി ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഏതെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? വാട്സപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം, സ്ലാക്ക്? ഇത് മാത്രമേ ഉള്ളൂ, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് വന്നത്. ഓക്കെ, നമ്മളുടെ യൂട്യൂബ് ചാനലുണ്ട്, ഡെവോപ്സ് മലയാളം എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ devopsmalayalam.io എന്നാണ് വെബ്സൈറ്റിന്റെ URL. ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്കുള്ള ഇൻവിറ്റേഷൻ ലിങ്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. ഷംസ് അതിലൊന്ന് ഇത് ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് ലോഗിൻ ചെയ്തിട്ട് ഷംസിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഇടാം. നമുക്ക് ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം, അതിൽ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ബാക്ക് ചാനലിൽ അജയ് സാറിനൊന്ന് പിങ് ചെയ്താലും മതി. ഷംസിന് കേൾക്കാമോ? ഹലോ ഷാംസ്, കേൾക്കാമോ? എല്ലാവർക്കും ഇന്ന് പ്രശ്നമെന്ന് തോന്നുന്നു. ഇത് ക്ലബ് ഹൗസിൻ്റെ വല്ല കുഴപ്പമാണോ? ഓക്കെ, എനിവേ റിസോഴ്സസ് നമുക്ക് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാം. ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ വെർച്വലൈസേഷൻ റിലേറ്റഡ് വരുമ്പോൾ കോൺസെപ്റ്റ്സുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ടൊരു ടെക് ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു ബ്ലോഗ് എന്തോ ഉണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള URL ഒന്നും ഓർക്കുന്നില്ല. അല്ലാതെ ഒരു ബുക്കായിട്ടൊന്നും വായിച്ച് പഠിച്ചിട്ടില്ല, ഓരോ വെർച്വലൈസേഷൻ ചെയ്ത് പഠിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ബുക്കായിട്ട് സജസ്റ്റ് ചെയ്യാനോ ഒന്നുമില്ല. മേ ബി ലിങ്ക്ഡിൻ കോഴ്സസൊക്കെ ഉണ്ടാവും, ഞാൻ URL ഷെയർ ചെയ്യാം. ഷാംസ് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യമായിട്ടുള്ള ഇഷ്യൂസ് ആണ്, എല്ലാവർക്കും ഇഷ്യൂസ് ഉണ്ട്. ഇത് നെറ്റ്വർക്കിന്റെ തന്നെയാണോ ക്ലബ് ഹൗസിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ അറിയില്ല. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഷാംസ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം വാട്സാപ്പ് ഗ്രൂപ്പ് ഫുള്ളാണ്. ടെലിഗ്രാമിൽ ഷെയർ ചെയ്യാം അത്രയും റിസോഴ്സ്. ഓക്കെ, ഷാംസിനെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു ഗ്രൂപ്പിൽ കണ്ടു, എന്നെ പിങ് ചെയ്തിരുന്നു. ഒരു വെർച്വലൈസേഷൻ റിലേറ്റഡ് ഒരു ജോബ് കൂടി നോക്കുന്നുണ്ട് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്കൊക്കെ സഹായകരമായിരിക്കും. കാരണം ജോലികൾ നമ്മളവിടെ സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഫ്രഷേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഉപകാരപ്പെടും. ഓക്കെ, ശരി. മറ്റാർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ?
സമയം ഓക്കെ, നമുക്ക് കുറച്ച് സമയം കൂടി ഉണ്ട്. ചോദ്യങ്ങളുള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. ഇപ്പോൾ ഡെവോപ്സ് മലയാളത്തിൻ്റെ 28ാമത്തെ റൂമാണ്. നമ്മൾ എല്ലാ ബുധനാഴ്ചകളിലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും ശനിയാഴ്ചകളിൽ എക്സ്പീരിയൻസ്ഡ് പ്രാക്ടീഷണേഴ്സിനും വേണ്ടിയിട്ട് റൂമുകൾ നടത്താറുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ശനിയാഴ്ചത്തെ റൂം ക്ലബ് ഹൗസിലുണ്ടായിരുന്നില്ല, പകരം Gmeetൽ കയോസ് എഞ്ചിനീയറിങ്ങിൻ്റെ ഡെമോ സെഷൻ ആയിരുന്നു. അന്ന് തന്നെ നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. നമ്മുടെ കോഡ്ക്ലൗഡിൻ്റെ ഫൗണ്ടറായിട്ടുള്ള മുംഷാദ് മുനമ്പത്താണ് അതന്ന് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത്. സോ ആ വെബ്സൈറ്റ് ഇപ്പോൾ ലൈവാണ്, കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റീസെൻ്റ് ഇവൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും അപ്കമിങ് ഇവൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ കീ ടേക്ക് അവേഴ്സ് ഒക്കെ അതിൽ നിന്ന് കിട്ടും. എന്നാൽ സമീപ ഭാവിയിൽ തന്നെ നമ്മളതിലേക്ക് ജോബ് സീക്കേഴ്സിന് വേണ്ടിയിട്ടും പ്രൊവൈഡേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം, ഡോക്യുമെൻ്റ് ലൈബ്രറി, ബ്ലോഗ് പോസ്റ്റുകളെല്ലാം ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഡെവോപ്സിൻ്റെ ട്രെയിനിങ് സീരീസ് ആലോചിക്കുന്നു ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെയുള്ള സമയത്ത്. അതായത് ബുധനാഴ്ചകളിൽ ഈ ക്ലബ് ഹൗസിലുള്ളൊരു സെഷനും അതിനുശേഷം ശനിയാഴ്ചകളിൽ അല്ലെങ്കിൽ വീക്കെൻഡുകളിൽ വർക്ക്ഷോപ്പുമായിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ ഫോമും ഒക്കെ വഴിയെ ഷെയർ ചെയ്യുന്നതായിരിക്കും, ബ്രോഷറും ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ ശനിയാഴ്ചത്തെ നമ്മുടെ അഡ്വാൻസ്ഡ് അതായത് എക്സ്പീരിയൻസ്ഡ് പ്രാക്ടീഷണേഴ്സിന് വേണ്ടിയിട്ടുള്ള സെഷൻ മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ എന്നുള്ളതാണ്. ഏതെങ്കിലും പുതിയ സ്പീക്കേഴ്സ് സപ്പോർട്ട് ഉണ്ടോ സിബിൻ? ഇല്ല, ഇതുവരെ ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ആര്? ഞാൻ ഇത് എടുത്തോളാം എന്നല്ലേ പറഞ്ഞു. എൻ്റെ ഇടയ്ക്കോളം ഇത് എടുത്തോണ്ട് വന്നു. വെള്ളം ജിജു എന്തെങ്കിലും പറയുന്നുണ്ടോ? മ്യൂട്ടാണ്. ഇല്ലില്ല, ഞാൻ പറയുന്നില്ല. ഓക്കെ, പുതിയ സ്പീക്കേഴ്സ് ആരും ഇതുവരെ ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. അതെ അതെ, നമ്മുടെ ഇനി പാനലിലുള്ള ആർക്കെങ്കിലും ആണെങ്കിലും അതിന് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആർക്കും ചോദ്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു ചോദ്യം ചോദിച്ചോടെ. വിർച്വലൈസേഷൻ നമ്മുടെ ബിഗിനേഴ്സ് ആയിട്ട് ഇപ്പം ജോലിയിൽ കയറുന്ന ആൾക്കാർക്ക് ഈ വിർച്വലൈസേഷൻ്റെ എന്തെങ്കിലും റോൾസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമോ? അതോ എങ്ങനെയാണ്? അഡ്വാൻസ്ഡ് ലെവലിലാണോ അത് വരിക? അത് എങ്ങനെയാണ് വരിക? അത് നമുക്കൊരിക്കലും അങ്ങനെ ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റില്ല തുഫേൽ. കാരണം അത് നമ്മൾ നമുക്ക് കിട്ടുന്ന ജോബ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിനനുസരിച്ചിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയോ അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ അവരുടെ റിസോഴ്സ് പ്രൊവിഷനിങ് പ്രാക്ടീസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്കൊരിക്കലും ഇങ്ങനെ വരൂ എന്നൊരു ഡിഫൈൻഡ് ഒരു വേ നമുക്ക് സജസ്റ്റ് ചെയ്യാനോ പറയാനോ പറ്റില്ല. ഡിപ്പെൻസ് അപ്പോൺ ദ കമ്പനി. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ, എന്ത് പ്രൊഫൈലാണോ നിങ്ങൾക്ക് അസൈൻ ആവുന്ന പ്രൊഫൈലിനെ ഡിപ്പെൻഡ് ചെയ്യും. സിനപ്പ് എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ അതിന് ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്യും. ആക്ച്വലി ഇപ്പം സിബിൻ പറഞ്ഞ പോലെ തന്നെ കമ്പനി ഓറിയന്റഡ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നിരുന്നാലും മോസ്റ്റ് പ്രോബബ്ലി ഈ വെബ് ഹോസ്റ്റിംഗ് സപ്പോർട്ട് കമ്പനികളിലെല്ലാം തന്നെ ഈ വെർച്വലൈസേഷനും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ കുറേ ടൂൾസ് ഉണ്ട്. നമുക്കറിയാമായിരിക്കും, വെർച്വലൈസർ എന്ന് പറയുന്ന സാധനമുണ്ട്, സോളസ് VM, അങ്ങനെയുള്ള കുറേ ടൂൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്ന വെർച്വലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഹോസ്റ്റിംഗ് കമ്പനികളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്ന കമ്പനികളുണ്ട്. ഇവിടെയൊക്കെ എന്തായാലും ഈ വെർച്വലൈസേഷൻ്റെ പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത് അറിയാവുന്നവർക്കായിരിക്കും അത് കൂടുതൽ കുറച്ചുകൂടി പ്രയോറിറ്റി ഉണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാത്തവരും ചെയ്യേണ്ടി വരും. ഡിപ്പെൻസ്, അത് കസ്റ്റമറുടെ റിക്വയർമെന്റ്. ചിലപ്പം ചില കസ്റ്റമേഴ്സ് ഡെഡിക്കേറ്റഡ് സെർവേഴ്സ് എടുത്തിട്ട് അവർക്ക് വെർച്വലൈസ് ചെയ്ത് കൊടുക്കാൻ പറയുന്നു വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അത് ചെയ്ത് കൊടുത്തു വേണ്ടി വരും. അത് ഹോസ്റ്റിംഗ് സപ്പോർട്ടിലും വരും. അതുപോലെ തന്നെ ഹോസ്റ്റിംഗ് സപ്പോർട്ടിലാണ് കൂടുതലും വരുന്നത്. ഹോസ്റ്റിംഗ് സപ്പോർട്ടിൽ വെർച്വൽ മെഷീൻസ്, അതായത് VPS എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുമ്പം ഈ വെർച്വലൈസേഷൻ മസ്റ്റാണ്. അത് കമ്പനികളെ അനുസരിച്ചാണ് വരുന്നത്. ഇപ്പൊ കൂടുതലും ഹോസ്റ്റിംഗ് സപ്പോർട്ട് കമ്പനികളെല്ലാം തന്നെ ഈ വെർച്വലൈസേഷനും അതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം
അവർ ഡെഡിക്കേറ്റഡ് സെർവർ, വെർച്വൽ VPS, ഡെഡിക്കേറ്റഡ് സെർവർ, ഷെയർഡ് സെർവർ ആൻഡ് VPS എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് വരുന്നത്. അപ്പൊ ഈ VPS വരുമ്പോൾ എന്തായാലും അവിടെ വെർച്വലൈസേഷൻ ഉണ്ടാവും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും ബിഗിനർ ആണെങ്കിലും കയറുന്ന കമ്പനിയുടെയും അതുപോലെ തന്നെ ചെയ്യാൻ പോകുന്ന ജോലിയുടെയും പ്രൊഫൈൽ പോലെ ഇരിക്കും. താങ്ക് യു ഫോർ ദാറ്റ് വൺ. പിന്നെ ഒരു ഇതുള്ളത്, നമ്മളിപ്പോൾ ഡെവോപ്സ് എന്ന് പറയുന്ന സമയത്ത് കൂടുതലും അഡ്മിനിസ്ട്രേഷൻ സൈഡ് തന്നെ വേണമെന്നോ അല്ലെങ്കിൽ ഒരു ഫ്രഷറെ സംബന്ധിച്ചിടത്തോളം അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ നല്ല നോളജ് വേണം എന്ന് നിർബന്ധം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ ഒരു ഇത് വരുന്ന സമയത്ത്? അങ്ങനെ ഒരു ഫ്രഷർ എന്നുള്ള രീതിയിലല്ലേ ചോദിക്കുന്നത് തുഫൈല്? ഇല്ല, അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ നോളജ്, അങ്ങനെ ഒരു സ്പെസിഫിക് നോളജ് അങ്ങനെയൊന്നും പറയുന്നില്ല. ഓവറോൾ നിങ്ങൾക്ക് പ്രോസസ്സ് എന്താണെന്നും അതിൽ യൂസ് ചെയ്യുന്ന ഒരു ചെറിയ ടെക്നോളജീസ് ഏതൊക്കെയാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവണം. പിന്നെ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും മാക്സിമം നോക്കുന്നത്. ഏത് ഇൻ്റർവ്യൂവർ ആണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണോ, പുതിയ ടെക്നോളജി നിങ്ങൾക്ക് വെച്ച് തന്നാൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആക്സസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി പഠിച്ചെടുത്തതിൽ വർക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു എന്തൂസിയാസം നിങ്ങൾ കാണിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും ഒരു ഇൻ്റർവ്യൂവർ ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുന്ന ഒരാൾ അതിൽ ചെക്ക് ചെയ്യുന്നത്. പിന്നെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു ലിനക്സ് അല്ലെങ്കിൽ വിൻഡോസിനേക്കാൾ കൂടുതൽ ഡെവോപ്സ് ലിനക്സ് ആണെന്ന് തോന്നുന്നു. വിൻഡോസ് വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ കൂടി ലിനക്സ് OS ലെവൽ നോളജ് നന്നായിട്ട് തന്നെ വേണം. അത് ഹോസ്റ്റിങ്ങിൽ വർക്ക് ചെയ്യണം എന്നോ അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് OS ലെവൽ നോളജ് നന്നായിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് ഈ IT ഇൻഡസ്ട്രിയുടെ ഒരു പ്രോഗ്രസ് എങ്ങനെയാണെന്നുള്ള ഒരു ഓവറോൾ ഒരു വ്യൂ നിങ്ങൾക്കുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മതി ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനൊക്കെ. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇപ്പം സ്വിൻ പറഞ്ഞ പോലെ തന്നെ ബേസിക് ലിനക്സ് നോളജ് മസ്റ്റ് ആണ്. പിന്നെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ആണ്. ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കൂടെ വേണം. ഭാഷ ആയിക്കോട്ടെ, പൈത്തൺ ആയിക്കോട്ടെ. ഗോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അതിൽ പൈത്തണോ ഭാഷയോ ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജോടെ കയ്യിലുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഇപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു വർക്കിൽ കയറി കഴിഞ്ഞാലും നമുക്കതൊരു അഡ്വാൻറ്റേജ് ആണ്. ഓട്ടോമേഷൻ ആണ് മെയിൻ ആയിട്ട്. ഡെവോപ്സിന്റെ നമ്മൾ ഇതിന് മുമ്പത്തെ സെഷനുകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആ വീഡിയോസ് കാണുവാണെങ്കിൽ മനസ്സിലാവും. അവിടെ പറഞ്ഞിട്ടുണ്ട് ഡെവോപ്സ് എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് പ്രാക്ടീസ് ആണ്. അപ്പോൾ അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഓട്ടോമേഷൻ അടക്കമുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഓട്ടോമേഷൻ എപ്പോഴും സ്ക്രിപ്റ്റ് ആവശ്യമായിട്ട് വരില്ലേ? അതാണ് ഇപ്പോൾ ഡെവോപ്സിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പറയുന്നത്. അതിന് ഹോസ്റ്റിംഗ് സപ്പോർട്ടിന്റെ എക്സ്പീരിയൻസ് വേണം എന്നൊരു നിർബന്ധവും ഇല്ല. ബേസിക് ലിനക്സ് നോളജും ഒരു സ്ക്രിപ്റ്റിംഗും അറിയാം, പിന്നെ കുറച്ച് ക്ലൗഡും കാര്യങ്ങളും. ക്ലിയർ ആയെന്ന് വിചാരിക്കും. തീർച്ചയായും. ഒരു ലാസ്റ്റ് ഫൈനൽ അതിന് മുന്നേ അതിൽ നമ്മൾ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് നോർമൽ ഓപ്പറേഷൻ സൈഡ് വേറെ ഇങ്ങനത്തെ ഡെവോപ്സ് അല്ല ഞാൻ പറയുന്നത്, സാധാരണ ഓപ്പറേഷൻ സൈഡിൽ നിന്നൊക്കെ വരുന്ന ഇൻഡസ്ട്രി ഗ്യാപ്പുള്ള ആൾക്കാരെ പിന്നെ ഇവർ മീൻസ് ക്ലൗഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഡെവോപ്സിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ പിന്നെ എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് നോക്കുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? മീൻസ് ഇൻഡസ്ട്രി ഗ്യാപ്പ് വന്ന ആൾക്കാർക്ക്. ഞാനൊന്ന് ആദ്യം ചോദിച്ച ചോദ്യങ്ങൾക്കൊന്ന് ആഡ് ചെയ്യാം, അതിനുശേഷം ഇത് പറയാം. അതായത് ഈ ആദ്യം ചോദിച്ച 2 ചോദ്യങ്ങൾ ഞാൻ ആഡ് ചെയ്തോട്ടെ? ഓക്കെ. അതായത് ഇപ്പോൾ ഈ വെർച്വലൈസേഷൻ ഒരു ഫ്രഷർ ലെവലിലുള്ള കാര്യം ചോദിച്ചായിരുന്നല്ലോ. അപ്പോൾ ഞാനൊരു 4 വെബ് ഹോസ്റ്റിംഗ് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 4ഇടത്തും വെർച്വലൈസേഷൻ ഉപയോഗിച്ചിട്ടുമുണ്ട്. പക്ഷെ അതിൻ്റെ രീതികൾ വ്യത്യാസമാണ്. അതൊരു കമ്പനിയുടെ അപ്രോച്ച്, അവരൊരു ടെക്കിനെ എങ്ങനെ കാണുന്നു, ചില സമയത്ത് അതിന് ക്ലയൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ്, ഇതൊക്കെ അവിടെ ബാധകമാണ്. കാരണം ചില കമ്പനികളിൽ തുടക്കത്തിലെ വെർച്വൽ മെഷീനിൽ പോയിട്ട് SSH ആക്സസ് തന്നെ ആദ്യം കൊടുക്കുന്നവരില്ല. അതായത് ഫ്രഷായിട്ട് കയറുന്ന ഒരു 6 മാസമൊക്കെ ചിലപ്പോൾ മോണിറ്ററിങ്ങിൽ തന്നെയായിരിക്കും. നേരെ മറിച്ച് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്ത ഒരു കമ്പനിയിൽ തുടക്കം തൊട്ടേ ഈ ഒരു എക്സ്പോഷർ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഷെയർഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, വെർച്വലൈസേഷൻ VPS തന്നെ, ഓപ്പൺ VC ഉണ്ടായിരുന്നു, KVM ഉണ്ട്, സെൻ ഉണ്ട്, പിന്നെ ഈ സിട്രിക്സൻ, അങ്ങനെ പല ഇതുണ്ട്. അപ്പോൾ അവിടെ ഫുൾ ആക്സസ്, അതായത് ഒരു VPSലേക്ക് SSH ചെയ്യാനും അതിൻ്റെ നോഡിലേക്ക് SSH ചെയ്യാനുള്ള ആക്സസ് ഒക്കെ തുടക്കം തന്നെ കിട്ടിയ ടീമുകളും ഉണ്ട്.
പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ഈ VPSൻ്റെ ഒക്കെ SSH ആക്സസ് കൊടുക്കില്ല, ഫ്രണ്ട് എൻഡ് ആക്സസ് മാത്രമായിരിക്കും കൊടുക്കുക ഈ കുറച്ച് എക്സ്പീരിയൻസ് കുറഞ്ഞ ടെക്സിന്. അതിനുശേഷം ഒന്ന് എക്സ്പീരിയൻസ് ആയതിനു ശേഷമായിരിക്കും അതിൻ്റെ SSH ആക്സസ് കിട്ടുക. ആ സമയത്തും VPSലേക്കുള്ള SSH ആക്സസേ കൊടുക്കുകയുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ഒരു VPSലല്ലേ പറ്റുള്ളൂ. കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായിരിക്കും ഈ നോഡ് ആക്സസ് കൊടുക്കുക. നോഡ് എന്ന് പറഞ്ഞാൽ ഈ വെർച്വൽ മെഷീൻസ് ഹോസ്റ്റ് ചെയ്യുന്ന, അതായത് ഒരുപാട് വെർച്വൽ മെഷീൻസ് ഉണ്ടാവും ഒരു ഈ OpenVC അല്ലെങ്കിൽ KVM ഒക്കെ ആണെങ്കിലും. അവിടെ ഉപയോഗിക്കുന്ന മറ്റ് ടൂൾസും ഉണ്ട്, വെർട്ട് മാനേജർ പോലുള്ള ടൂൾസും ബാക്ക് എൻഡ് ടൂൾസും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ആക്സസിൻ്റെ കാര്യം പറയുമ്പോൾ VPSനൊക്കെ ഇൻഡിവിജ്വൽ റൂട്ട് ആക്സസ് ആദ്യത്തെ ഒരു ഇതിൽ കൊടുക്കും. അതിനുശേഷം കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും കൂടുതലായിട്ട് ഈ നോഡ് ലെവലിലേക്ക് അത് ആക്സസ് ചെയ്യുക. അതായത് നോഡ് ലെവലിൽ നിന്നിട്ട് VMs മാനേജ് ചെയ്യുക, അത് റീസ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക അതിൽ ഇഷ്യൂ വരുമ്പോൾ ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, അതായത് ഡെവോപ്സിൽ എന്താണ് ഈ സ്കിൽ ഗ്യാപ്പ് ഉള്ളവരിൽ നോക്കുന്നുള്ളത്. അല്ല, അതിനു മുമ്പ് ഉണ്ടായിരുന്നല്ലോ ഒരു ചോദ്യം കൂടി, അഡ്മിനിസ്ട്രേഷൻ നിർബന്ധമാണെന്നുള്ളത്. അതും ഇതുപോലെ കമ്പനി ടീമൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ്, കമ്പനിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിരിക്കും. സത്യത്തിൽ ഒരു പ്യുവർ ഡെവോപ്സ് എഞ്ചിനീയറിന് അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ ഒരുപാട് നോളജൊന്നും വേണ്ട. തീർച്ചയായിട്ടും വെർച്വലൈസേഷനിലൊന്നും അങ്ങനെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് ഉണ്ട്. കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലൗഡിലാണല്ലോ കൂടുതലും വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓൺ പ്രൈമൈസ് ആണെങ്കിലും ഈ വെർച്വലൈസേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ കണ്ടെയ്നറൈസേഷൻ അല്ലേ, കുബർനെറ്റീസ് പോലുള്ളത്. അപ്പോൾ ക്ലൗഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മളൊരു അബ്സ്ട്രാക്ഷൻ്റെ മുകളിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് AWS ഉപയോഗിക്കുന്ന വെർച്വലൈസേഷൻ, നമ്മൾ AWSൽ ചിലപ്പോൾ 5 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയില്ലായിരിക്കും ഈ നിങ്ങൾ ഉപയോഗിക്കുന്ന EC2 ഏത് ടെക്നോളജി ഉപയോഗിക്കുന്നതെന്ന്. വെർച്വലൈസേഷൻ അതറിയേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ആ ഒരു അബ്സ്ട്രാക്ഷൻ, നമുക്ക് ആ ഒരു നോഡിനെ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് VPS കിട്ടുന്നു, ഓരോ EC2 ഓരോ VPS ആണ്. എൻ്റെ അറിവിൽ നേരത്തെ 10 HVM ആയിരുന്നു, ഇപ്പോൾ പൂർണ്ണമായിട്ടും KVMലേക്ക് മാറിയിട്ടുണ്ട്. അതായത് അണ്ടർലൈൻ വെർച്വലൈസേഷൻ അവർ ഉപയോഗിക്കുന്നത് ഈ ഒരു KVM ഒക്കെയാണ്. പക്ഷെ നമുക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് അല്ലാതുള്ള AWSൻ്റെ സർവീസസും അവിടുത്തെ നെറ്റ്വർക്കിംഗ് കോൺഫിഗറേഷനും ഒക്കെ അറിഞ്ഞാൽ മതി. കുറച്ച് ലിനക്സിൻ്റെ കുറച്ച് നോളജ്, കുറച്ച് കമാൻഡുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ചില റോളുകളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നെറ്റ്വർക്കിങ്ങും അഡ്മിനിസ്ട്രേഷൻ അറിയേണ്ടി വരും. സാധാരണഗതിയിൽ അത് മാൻഡേറ്ററി അല്ല. പിന്നെ സ്കിൽ ഗ്യാപ്പിൻ്റെ കാര്യം പറഞ്ഞത്, ഇപ്പോൾ അതൊരു സ്കിൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കമ്പനി ചെല്ലുമ്പോഴും തീർച്ചയായിട്ടും ഈ അഡ്മിൻ സൈഡിൽ നിന്ന് വരുന്നവരെ അവർക്ക് അത്യാവശ്യം സ്ക്രിപ്റ്റിംഗ് നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യും. എന്തൊക്കെയാണ് നോളജ് വേണ്ടത്? ഡോക്കർ അറിയാമോ, നമുക്ക് ഗിറ്റ് അറിയാമോ. അതായത് ഈ അഡ്മിൻ സൈഡിൽ നിന്ന് വരുന്നവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെബ് ഹോസ്റ്റിങ്ങിലൊക്കെ ആയിരുന്നെങ്കിൽ ടിക്കറ്റിംഗ് ആയിരിക്കും ചെയ്യുന്നത്. അതായത് ഓരോ സെർവറിന് ഇഷ്യോ അല്ലെങ്കിൽ വെബ്സൈറ്റിന് ഇഷ്യോ, ഇമെയിലിന് ഇഷ്യോ, ഡാറ്റാബേസിൻ്റെ ഇഷ്യോ, ഇതൊക്കെ ടിക്കറ്റ്സ് വഴിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നേരെ മറിച്ച് ഡെവോപ്സ് എന്നുള്ളതിലേക്ക് വരുമ്പോഴേക്കും പലപ്പോഴും ഒരു ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ കൂടെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സർവീസ് ആയിട്ട് തന്നെ കൊടുക്കണമെങ്കിൽ ഓരോ പ്രോജക്റ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ സ്ക്രിപ്റ്റിംഗ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ സോഴ്സ് കോഡ് മാനേജ്മെൻറ്റ്, CI/CD, ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമുക്കൊരു റിയൽ ടൈം എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ പഠിക്കാം. ഈ ഡോക്കർ, AWS ഒക്കെ, അതുപോലെ ജെങ്കിൻസ്, ഇതിൻ്റെയൊക്കെ ബേസിക് കാര്യങ്ങൾ തന്നെ പഠിച്ച് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പോയിക്കഴിഞ്ഞാൽ അത് ധാരാളമാണ് ഒരു ഫ്രഷർ ലെവലിൽ ഡെവോപ്സിൽ കയറാൻ. കാരണം കമ്പനികൾ എപ്പോഴും നോക്കുന്നത് ഒരാളുടെ ലേണിംഗ് പൊട്ടൻഷ്യൽ, ഇൻ്റർവ്യൂവേഴ്സ് നോക്കുന്നത് എത്രമാത്രം ലേണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്, ഈ ഒരു പൊസിഷനിലേക്ക് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ലേൺ ചെയ്യുമോ എന്നുള്ള. ഒരിക്കലും കമ്പനികൾ ഈ അവർക്ക് ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ടൂൾസും അറിയാവുന്ന ഒരാളെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നോട്ട് ഈവൻ 70% പോലും പലപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളതാണ് സത്യം. കാരണം അത്രയധികം ടൂൾസ് ഉണ്ടാവും. അപ്പോൾ അതല്ല, ടൂൾസ് ഓറിയൻറ്റഡ് അല്ല, ടൂൾസ് അല്ല അതിൻ്റെ ഒരു ഇത്. അല്ലെങ്കിൽ പലപ്പോഴും ഇനിയിപ്പോൾ നമുക്കിപ്പോൾ സോഴ്സ് കോഡ് മാനേജ്മെൻറ്റ് അറിയാം, അതിപ്പോൾ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് കോഡിൽ ഒരു ടൂൾ അറിയാം, കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റിൽ ഒരു ടൂൾ അറിയില്ലെന്ന്, എങ്കിൽ പോലും ഒക്കെ കൺസിഡർ ചെയ്യും. നമ്മളത് പഠിക്കാൻ അവരെ ഉപയോഗിക്കുന്നതാണെങ്കിൽ പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് നോക്കിയിട്ട് കൺസിഡർ ചെയ്യും. ഏകദേശമൊക്കെ ഞാൻ ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു തുഫൈലിൻ്റെ ക്വസ്റ്റ്യൻസ്. തീർച്ചയായും താങ്ക് യു ഫോർ ഇൻസ്പിറേഷൻ. താങ്ക് യു. ഓക്കെ, മറ്റാർക്കെങ്കിലും ചോദ്യം ഉണ്ടോ? ചോദ്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു, അല്ലേ സിവിൻ ഭായ്? വേറെ ആരും ഹാൻഡ് റൈസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓൾമോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. ആരും തന്നെ ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് സെർവർ വെർച്വലൈസേഷൻ ഫോർ ബിഗിനേഴ്സ് എന്നുള്ളതായിരുന്നു. സംസാരിച്ചത് സിബിൻ ജോൺ, സിനോബ്, അതുപോലെ രാജേഷ് ഗോപിനാഥൻ, ഇവർ 3 പേരുമായിരുന്നു.
വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി നല്ല നല്ല എക്സാമ്പിൾസ് വെച്ചിട്ട് ഓരോ ടോപ്പിക്സും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചില ചോദ്യങ്ങൾ ഒരു ഫർദർ ഫോളോ അപ്പിന് ശേഷം ആൻസർ ചെയ്യാമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ ലീഡ് ചെയ്ത സിബിൻ, അതുപോലെ സിനോബ്, രാജേഷ്, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് കയറി വന്ന എല്ലാവരോടും ഉള്ള നന്ദി. ഇത്രയും നേരം കേട്ടിരുന്ന അവരോടുള്ള നന്ദി.